നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് ഈ അവസാനത്തെ ദിവസം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തെ സഭകൾ നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും വെല്ലുവിളികൾ എന്നുള്ള ഒരു ടോപ്പിക് അല്ല നമ്മുടെ ഫോക്കസ് സഭ എന്തായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഇന്നത്തെ സഭയിൽ നമ്മൾ കാണുന്ന ചില അപകടകരമായ പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കണം എന്ന് വിശ്വസിക്കുന്നു. എന്താണ് കർത്താവിന്റെ സഭയ്ക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടം? ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എപ്പോഴും അകത്തുനിന്നാണ്, പുറത്തുനിന്നല്ല. പുറത്തുനിന്നുള്ള ഒരു അപകടവും സഭയെ ബാധിക്കുകയില്ല. കാരണം വെളിയിൽ പീഡനമാണെങ്കിൽ സഭ ബലപ്പെടുത്തുകയുള്ളൂ. വെളിയിൽ ഉപദ്രവമില്ലെങ്കിലും സ്നേഹമാണെങ്കിലും സഭയ്ക്ക് അകത്ത് വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടുന്നിടത്തോളം കാലം സഭ എപ്പോഴും സേഫാണ്. എന്നാൽ വെളിയിൽ പരിസ്ഥിതികൾ അനുകൂലമാകുമ്പോൾ സഭയ്ക്ക് ഒരു പ്രവണത ഉണ്ടാകും വെളിയിലേക്ക് നോക്കാനും ആശ്രയിക്കാനും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിന് എതിരെ പോകുന്ന ഒരു കൗണ്ടർ കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ട് ലോകം എന്തിനെ ശരി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഉചിതം എന്ന ബുദ്ധി എന്ന് പറയുന്നു, അതിന് എതിരെ നിൽക്കുന്ന നേരെ എതിരെ ദിശയിൽ പോകുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട്, സഭ അങ്ങനെ ആയതുകൊണ്ട്, പ്രസ്ഥാനം എന്നുള്ള വാക്ക് ശരിയല്ല, സഭ എന്ന വാക്കാണല്ലോ ശരി. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് ശത്രുക്കളാകുമ്പോഴാണ് സഭ അതിന്റെ ഗതി കണ്ടുപിടിക്കുന്നത്. കാരണം അവരുടെയും നമ്മുടെയും ഡയറക്ഷൻ വേറെ വേറെയാണ്. അപ്പൊ ഡയറക്ഷൻ വേറെ വേറെ ആയതുകൊണ്ട് നമുക്ക് എതിരെ അവർ നീങ്ങുമ്പോൾ നമുക്ക് ശരിയായ ഡയറക്ഷനിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെയും പെർസിക്യൂട്ടഡ് ചർച്ച്, പുവർ ചർച്ച് വളരെ പവറുള്ള ചർച്ചായിരിക്കും. എന്നാൽ നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മൾ ലോകത്തിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. ലോകം നമുക്ക് യോഗ്യം എന്ന് തോന്നും. ഇവിടെ നമുക്ക് നിക്ഷേപങ്ങളുണ്ടെന്ന് അനുഭവപ്പെടും. ഇവിടുത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടേതും കൂടെയാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ അങ്ങനെ മരുഭൂമിയിലുള്ളവരാണ് എന്നുള്ളത് നമ്മൾ മറക്കും. എന്നാൽ നമ്മൾ മരുഭൂമിയിലാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിലെ കഷ്ടതകളും ഉപദ്രവങ്ങളും ഈ ലോകത്തിന്റെ ശത്രുത്വവുമാണ്. എന്നാൽ അത് മാറുമ്പോൾ നമ്മളിൽ പലരും ലോകത്തെ നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കാണും. ഇതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ വായിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ത്യകാലത്ത് സഭകളിൽ കാണുന്ന അക്രൈസ്തവമായ ചില വീഴ്ചകൾ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ കുറിച്ചുള്ള സഭകളുടെ ദൂത് ഇതിനു മുമ്പ് ഒരിക്കൽ നമ്മളിൽ പലരും കൂടിയ ഒരു യോഗത്തിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു ഡയറക്ഷനിലേക്ക് ഇന്ന് പോകുന്നില്ല. പക്ഷെ അതിലുള്ള 1-2 വാക്കുകൾ എങ്ങനെയാണ് അന്ത്യകാല സഭ കർത്താവിന്റെ വാഴ്ച, അധികാരം കാത്തുകൊള്ളാതെ ജാരന്മാരെ അന്വേഷിച്ച് പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളെപ്പോഴും എതിർ ക്രിസ്തുവിന്റെ മർമ്മം ഈ ലോകത്ത് വ്യാപരിക്കുന്നതിനെ കുറിച്ച് ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായിരിക്കണം. നമ്മുടെ ആത്മീക പോരാട്ടം സാത്താന്റെ ശക്തിയോടല്ല, അവന്റെ തന്ത്രങ്ങളോടാണ്. നമ്മൾ പലപ്പോഴും സാത്താനെ വലിയ ശക്തനായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അത് സാത്താൻ അത് കേൾക്കുന്ന വളരെ ഇഷ്ടമാണ്. എന്നാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ബലവും ശക്തിയും ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ കുഞ്ഞാടല്ലാതെ വേറെ ആരും യോഗ്യനല്ല. നിങ്ങൾ സാത്താന് വലിയ ശക്തിയാന്ന് പറയുമ്പം അവൻ നിങ്ങളിൽ നിന്ന് ആരാധന സ്വീകരിക്കുന്ന പോലെ അത് ശക്തനായ ദൈവം ശക്തനാണെന്ന് പറയുന്ന അതേ രീതിയിൽ പിശാചിന് ശക്തി ഉണ്ടെന്ന് വിശ്വാസിയുടെ വായിന്ന് പറയരുത്. കാരണം ബലവും മഹത്വവും കുഞ്ഞാടിനുള്ളതാണ്. കുഞ്ഞാട് അവനെ ക്രൂശിൽ തോപ്പിച്ചതാണ്. ദേശാധിപ ശക്തിയും മറ്റതൊക്കെ കുഞ്ഞാടിന്റെ ക്രൂശ് വരെ ഉള്ളൂ. അതിനിപ്പുറത്തേക്ക് യാതൊരു പിശാചിനും യാതൊരു അധികാരവും നമ്മുടെ മേലില്ല. പക്ഷെ നമ്മൾ ഈ ഒരു വളരെ
ആം, ക്രമാതീതമായി വളർന്ന, ഈ ക്യാൻസർ അങ്ങനെയാണല്ലോ, വളരുമ്പം അതിന് ക്രമം ഉണ്ടാവില്ല. ക്രമാതീതമായി വളരുന്ന സെല്ലുകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതുപോലെ ക്രമാതീതമായി വളർന്ന ഒരു ഡെമണോളജി, ഒരു പിശാച് ശാസ്ത്രം നമുക്കുണ്ട്. ഇത് പറയുമ്പോൾ ഇവരെല്ലാം വലിയ ആധികാരികമായിട്ടാണ് പറയുന്നത്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, സാത്താന്റെ രഹസ്യങ്ങൾ അറിയാത്ത കുറച്ച് ആൾക്കാർ എനിക്കുണ്ട്, അവരെയാണ് എനിക്കിഷ്ടമെന്നാണ്. ഈ രഹസ്യങ്ങൾ നമുക്കുള്ളതൊന്നുമല്ല. സാത്താൻ എങ്ങനെ ഉണ്ടായി, ഇതൊന്നും ബൈബിൾ പറയുന്നൊന്നുമില്ല. ദൂതന്മാരെ വെട്ടിക്കളഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് തന്നെയാണ് സാത്താൻ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ സാത്താന്റെ ഉത്ഭവം, അവന്റെ സ്വഭാവം, ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ട് എന്താ ആത്മീയവർദ്ധന ഉണ്ടാകുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അവന്റെ തന്ത്രങ്ങളാണ്. വെരി ഡിസെപ്റ്റീവ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഞാൻ കർത്താവിന്റെ ഒരു ദാസനാണെന്ന്. പക്ഷെ എന്നാലും നിങ്ങൾ ചതിക്കപ്പെടുമോ എന്ന് ശോധന ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നിങ്ങളുടെ കടമ. കാരണം പിശാച് ചതിയനാണ്. നമ്മൾ എപ്പോഴും അവന്റെ ചതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ചില ആളുകളെ നോക്കി ചിലർ ഇത് എതിർ ക്രിസ്തു ആയിരിക്കും, അന്തിക്രിസ്തു ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെ കാണിച്ചോണ്ടോ വരില്ല, അവൻ ചതിച്ചോണ്ടേ വരുള്ളൂ. സോ ഹി വിൽ ബി someone who appears to be very acceptable. നമ്മുടെ സുഹൃത്തായിട്ടേ വരുള്ളൂ. അങ്ങനെ നമ്മൾ ചതിക്കാൻ പറ്റുള്ളൂ. ഈസ് എ ഡിസീവർ. സാത്താനും ചതിക്കുമായിരുന്നല്ലോ ഹവ്വയെ ഉപായത്തിൽ. അപ്പൊ നമുക്ക് എതിരാളികളായി അവർ ലോകത്ത് കാണപ്പെടില്ല, നമ്മുടെ സുഹൃത്തുക്കളായിട്ടേ കാണപ്പെടുള്ളൂ. സോ എവറി ടൈം ഈ ഒരു ലോകത്തിന്റെ ചതിവിനെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. അതാണ് സാത്താനെ കുറിച്ച് നമ്മൾ അറിയേണ്ട, അവന്റെ ട്രിക്സ് ആണ്. കഷ്ടതയിലിരിക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ സന്തോഷത്തിലും സമൃദ്ധിയിലും ഇരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ അനുഭവിക്കാനും സാത്താന്റെ തന്ത്രങ്ങൾ അറിയാനും ഇത്തിരി പാടാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ സഭയിൽ സാത്താൻ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? 666 ആയില്ല, സമയമായില്ല. 66 കയറി കൂടുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്കും ചിന്തിക്കും. 666 വരുന്നൊക്കെ പിന്നെ, പക്ഷെ നമ്മളിപ്പോൾ ഉള്ള 66-നെ പുറത്താക്കണം. അതായത് അതിന്റെ മർമ്മം അത്ര എത്തിയിട്ടില്ല, എന്നാൽ അങ്ങോട്ട് വേണമെങ്കിൽ എത്താം എന്ന രീതിയിലുള്ള സ്പിരിറ്റ്, ആ ദുരാത്മ വ്യാപാരങ്ങൾ നമ്മുടെ സഭകളുടെ അധികാരങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ വേഷധാരിയാണ് നമുക്കറിയാം. ക്രിസ്തുവിന്റെ വേഷധാരിയാണ് എതിർ ക്രിസ്തു. അവൻ ക്രിസ്തു എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഒന്നയാൾ ക്രിസ്തു അല്ലെന്നും ഞാനാണ് ക്രിസ്തു എന്നുമാണ് അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെ ക്രിസ്തുവിന്റെ ഒരു സുഹൃത്തായിട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആളായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സഭകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, യേശു ക്രിസ്തു പിതാവിലേക്ക് നമ്മളെ ആകർഷിക്കുകയും നമുക്ക് നിത്യരക്ഷ തരികയും ചെയ്തു. അവൻ നമ്മുടെ യജമാനും കർത്താവുമായിരിക്കെ ഇന്ന് ഭൂമിയിൽ മധ്യസ്ഥന്മാർ എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. കാരണം പുതിയ നിയമത്തിന് ഒരു മീഡിയേറ്റർ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ, ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ്, കത്തോലിക്ക സഭ മരിച്ചുപോയ വിശുദ്ധന്മാരെയും കൊണ്ടും പെന്തക്കോസ്തുകാർ ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെയും കൊണ്ടും കാണിക്കുന്നത് ഒരേ ഊടായ്പാണ് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഞാൻ ആദ്യം ആലോചിച്ചു, വാക്കൊന്നും അത്ര ഭംഗിയുള്ള വാക്കല്ലെങ്കിലും എന്താണ്, ശരിയാണല്ലോ. ഒന്നാലോചിച്ച് നോക്കിയേ, കത്തോലിക്ക സഭയിലെ മരിച്ചുപോയ വിശുദ്ധന്മാരെ
നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥരായി ഉപയോഗിക്കുന്ന അതേ രീതിയിലാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്നത്. അവർക്ക് പൈസ കൊടുത്ത് അവിടെ സ്വതരാശപ്പെട്ടിലിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് പൈസ കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ എഫക്റ്റീവ് ആകാത്ത പ്രാർത്ഥനകൾ ദൈവത്തിനു മുമ്പിൽ എഫക്റ്റീവ് ആക്കി തരാൻ കഴിവുള്ള മീഡിയേറ്റേഴ്സ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല, പകരം നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ഇതാണ് കത്തോലിക്കരും ചെയ്യുന്നത്. ബട്ട് അവർ മരിച്ചു പോയവരെ കൊണ്ടാന്ന് മാത്രം. നമ്മൾ അവരെ ഇങ്ങോട്ട് ചേർക്കാൻ വേണ്ടി നമ്മൾ പറയും ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനല്ലാതെ ആരുമില്ല, വചനക്കെടുത്ത് കാണിക്കും. അപ്പൊ അവർ വിശ്വസിക്കും, ശരിയാണല്ലോ, ഓ ഞങ്ങൾ ഈ മരിച്ചുപോയവരെ മധ്യസ്ഥന്മാർ. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും പാസ്റ്റർ പറയും, എന്നെ അറിയിക്കാതെ നിങ്ങൾ ആഹാരം കഴിക്കരുത്, എന്നെ അറിയിക്കാതെ നിങ്ങൾ എന്താ സൂമിൽ പോലും ഒരു മീറ്റിങ്ങിൽ പോരുത്, എന്നെ അറിയിക്കാതെ നിങ്ങൾ ബൈബിൾ വായിക്കരുതെന്ന് പറയാൻ ആയിട്ടില്ല, അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എല്ലാം ഈ പാസ്റ്റർ സെൻട്രിക്, അതായത് അവര് മതം എങ്ങനെ സ്ഥാപിച്ചോ അതുപോലെ തന്നെ ഒരു മതം ഇതിനകത്ത് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാർ. പക്ഷെ ഇതിനകത്ത് കത്തോലിക്ക സഭയേക്കാൾ നമ്മൾ അപകടം ഉണ്ടാക്കുന്ന എവിടെയെന്നറിയോ? മരിച്ചു പോയവർക്ക് ഇനി വലിയ മണ്ടത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല. അവർ പോയി, അവരെ ആശ്രയിച്ചിരുന്നവര് ഇനി കൂടി വന്ന് അവർ ഇനി കൂടുതൽ അപകടമൊന്നും കാണിക്കാൻ ഒരു ജീവനോടില്ല. അവർ മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം പിന്നെ അത്രയും ഉപദ്രവം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിലുള്ള അഭിഷിക്തന്മാർ ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല, അവർക്ക് ഇനിയും എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥ അവശേഷിക്കുകയും കൂടെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എതിർ ക്രിസ്തു വരാനുള്ള ഏറ്റവും നല്ല വഴി തുറന്നിട്ടിരിക്കുന്നത് നമ്മളാണ്. ഇത് നിങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കറിയുന്നു. കാരണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അഭിഷിക്തൻ എന്നാണ് പറഞ്ഞത്, ഓക്കെ ഫൈൻ. പക്ഷെ എനിക്ക് അതിൽ സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ട്. കാരണം നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അഭിഷേകത്തിന് കീഴിലുള്ളവരാണ്. അവന്റെ അഭിഷേകമാണ് നമ്മുടെ എല്ലാം മേളിലുള്ളത്. അഭിഷിക്തൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നാണ്. നമ്മളിത് പറയുമ്പോൾ ശുശ്രൂഷ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങ് പ്രയോഗിക്കുന്ന, നമ്മൾ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറയും. അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ എബ്രായ പദം മെശിഹ എന്നും ഗ്രീക്ക് പദം ക്രിസ്റ്റോസ് എന്നുമാണ്. ദി അനോയിന്റഡ് വൺ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന നമ്മുടെ ശൈലിയിൽ പറയുന്ന നമുക്കെല്ലാം ക്രിസ്തുവിന്റെ അഭിഷേകം ഉണ്ട് കേട്ടോ, അത് സംശയമില്ല. നമ്മളെല്ലാവരും ആ അർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ അഭിഷിക്തരുമാണ്. പക്ഷെ അഭിഷിക്തൻ എന്നുള്ളൊരു വിളി ദാറ്റ് ഈസ് റിസർവ്ഡ് ഫോർ ക്രൈസ്റ്റ് ജീസസ്. ഇത് മിക്കവാറും പെന്തക്കോസ്തുകാരെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നൊന്നുമല്ല, നമ്മളെല്ലാം, ഞാനും അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് എ കറക്റ്റ് യൂസേജ്. കാരണം ദി അനോയിന്റഡ് വൺ എന്ന് ഞാൻ പറയണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ക്രിസ്റ്റോസ് മെസ്സേയ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കൾച്ചറിനകത്ത് ക്രിസ്തുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേറൊരാളെ ആശ്രയിക്കുമ്പോഴാണ്. നമുക്ക് ബാക്കി എല്ലാ കൃപാവരങ്ങളും നമ്മൾ ഇന്നലെ കണ്ട പോലെ സഭയുടെ വർധനയ്ക്ക് വേണ്ടിയാണ്. ഉദാഹരണത്തിന് സുവിശേഷീകരണത്തിനുള്ള വരം, വചനം പഠിപ്പിക്കുന്നതിനുള്ള വരം, അതുപോലെ ഇടയ ശുശ്രൂഷ വരം, പ്രവചന വരം, അതുപോലെ അപ്പോസ്തലന്റെ വരം. ഇതെല്ലാം സഭയുടെ പണിക്ക് വേണ്ടിയാണ്, അടിസ്ഥാനങ്ങൾ ഇടാൻ വേണ്ടിയും പരിജ്ഞാനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുമാണ്. പ്രാർത്ഥനാപരം എന്തിനുള്ളതാണ്? അങ്ങനൊരു വരം സത്യത്തിലില്ല. വേദപുസ്തകത്തിൽ ഒരിടത്തും പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിട്ടില്ല. ദൈവത്തിന്റെ അടുത്ത് എന്നേക്കാൾ കൂടുതൽ ആക്സസ് ഉള്ള, കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളും ഈ ലോകത്തില്ല.
ഈ നിൽക്കുന്ന ചെയിക്സിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ അടുത്ത് കടന്നു ചെല്ലുവാൻ പ്രത്യേക പ്രവേശമുള്ള ഒരാളും ലോകത്തിലില്ല. അത് എന്നെ സംബന്ധിച്ച് സത്യമാണ്, നിങ്ങളെ സംബന്ധിച്ച് സത്യമാണ്. അതിന്റെ കാരണം നമുക്ക് ആർക്കും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ അർഹതയില്ല. നമ്മളെല്ലാം ക്രിസ്തു എന്ന മീഡിയേറ്ററുടെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരേ ഗുണത്തോടെയും അധികാരത്തോടെയുമാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യരുതെന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് ഒരേ വെയിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ അതേ എഫക്റ്റ് ആണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവിൻ. ഞാൻ നിങ്ങളെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവിൻ. മ്യൂച്വൽ. ആര് പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നത്? രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കും. ചില ആൾക്കാര് ഇങ്ങനെ ചിന്തിക്കാം, അപ്പൊ പിന്നെ ഈ പാസ്റ്റർ പണി എന്താ പാസ്റ്ററായി? പാസ്റ്റർ പണി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് ബൈബിളിലൂടെ എഴുതിയിരിക്കുന്നു. പാസ്റ്റർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ അതല്ല അവളുടെ മെയിൻ പണി. അവരുടെ മെയിൻ പണി എന്ന് പറയുന്നത് നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനുള്ള ഒരു ഇടയൻ ആടുകൾക്ക് ആഹാരം കൊടുത്ത് പരിപാലിച്ച് വഴിതെറ്റി പോകുന്നുണ്ടെന്ന് നോക്കി ചെന്നായ്ക്കളിൽ നിന്ന് അവരെ രക്ഷിച്ച്, ദുരുപദേശക്കാരിൽ നിന്ന് രക്ഷിച്ച്, അവർ പത്യവചനത്തിൽ ഉറപ്പിച്ച്, അവർ തളർന്നിരിക്കുകയാണെങ്കിൽ അവർ ആശ്വസിപ്പിച്ച്, എന്താ പണിയാന്നറിയത്? ഞാൻ ഞങ്ങളുടെ സഭയിലെ ഒരു പാസ്റ്ററാണെന്നാണ് ഇപ്പോഴും സഭയിലെ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനൊരു പാസ്റ്റർ അല്ലെന്നുള്ള കാര്യം വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. കാരണം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞങ്ങളുടെ സഭയിൽ ഇപ്പൊ ഒരു 55 സൂം ക്യാമറയാണ് ഉള്ളത്. അങ്ങനെയാണല്ലോ ഇപ്പൊ പറയേണ്ടത്. പക്ഷെ എനിക്ക് 4-5 പേരിൽ കൂടുതൽ ആളുകളെ ക്രിസ്തുവിന്റെ ആ ഒരു പരിജ്ഞാനത്തിലേക്ക് നടത്താൻ എന്നെ കൊണ്ട് ആ ഒരു വഴി കാണിക്കാൻ എന്ത് എഫേർട്ടാണെന്നറിയോ? നമുക്ക് ചുമ്മാ ഓർത്ത് പ്രാർത്ഥിക്കാൻ 15 മിനിറ്റ് മതി. പക്ഷെ ഇവർ ഓരോരുത്തരോട് ഇടയശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ഇറങ്ങുമ്പം ദാറ്റ് മീൻസ് എ ഹ്യൂജ് ആസ്ക് ഓൺ അവർ റിസോഴ്സസ്, ഓൺ അവർ ടൈം. എനിക്ക് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. ഒരു മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ ഒന്നും വചനം മനസ്സിലാകുന്നില്ല, ഒന്നും വന്ന് ഞങ്ങളെ പഠിപ്പിക്കാമോ? പോയി 1 അല്ല 2 അല്ല 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇനിയും പോകുന്നുണ്ട്. പക്ഷെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ കർത്താവ് പറയാണ്, ക്ഷമയോടെ ഞാൻ നിനക്ക് വേണ്ടി നടന്ന പോലെ നീ അവന് വേണ്ടി നടക്കുക. നിസ്സാര പണിയല്ല. നമ്മളിന്ന് വളരെ ഈസി ആയിട്ടെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഇടയശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് പകരം ഒരാൾ വന്നിരിക്കുകയാണ്. ആ ആള് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരികയാണ്. ഇതല്ല ഇടയശുശ്രൂഷ. ഈ കാര്യങ്ങൾ സാധിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയോ? ആൾക്കാർക്കെല്ലാം പാസ്റ്ററിനെ പേടിയാ. പാസ്റ്റർ എന്ത് വിചാരിക്കും? പാസ്റ്റർ ഭയങ്കര പേടിയാ. പാസ്റ്റർമാരത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ അനുസരണയും നല്ല മിടുക്കരായ ആൾക്കാരാണല്ലോ പാസ്റ്ററെ പേടിക്കുന്നത്. അല്ല, ഈ അടിമത്തം, അതായത് എന്താ പേടിയെന്നറിയത്? പാസ്റ്ററെ പേടിയല്ല ശരിക്കും. പാസ്റ്റർ എങ്ങാനും ശപിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്താൽ ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകും. കാരണം ക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് പാസ്റ്റർമാരോട്, നമ്മൾ നടത്തുന്നവരോട്, ഉപദേഷ്ടാക്കന്മാരോട്, പ്രവാചകന്മാരുടെ എല്ലാം ബഹുമാനം വേണം. അവർ പറയും നമ്മൾ കേൾക്കണം. നമ്മൾ അവർക്കെതിരെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരാകരുത്. അത് വലിയ പ്രശ്നമാണ്. ഈ പാസ്റ്റർമാർ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്താലും രണ്ടഭിപ്രായം പറയാൻ ആൾക്കാർ. ഇവർ രണ്ടു കൂട്ടർ അന്വേഷിക്കുന്ന കർത്താവിനെ ആയിരിക്കില്ല, മറ്റവന്റെ തലയായിരിക്കും ഇവൻ അന്വേഷിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ശരിക്കും ഈ ശുശ്രൂഷകൾ ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യാത്തത് കൊണ്ട് ഈ അഭിഷിക്തന്മാർ വന്ന് എന്തേലും പറഞ്ഞിട്ട് പറയാണ്. ഒരു ഒരു മനുഷ്യനോട് പറഞ്ഞ കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി രക്ഷാനുഭവത്തിൽ വന്നു. ഒരു സഹോദരൻ മുഖാന്തരമാണ് വന്നത്.
അന്ന് പുള്ളിക്ക് സ്നാനം കൊടുക്കുകയോ സഭ സ്ഥാപിക്കുകയോ ചെയ്തില്ല. അപ്പൊ പുള്ളി അടുത്തൊരു ചർച്ചിൽ പോയി ചേർന്ന് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പം പുള്ളി സഭ തുടങ്ങാൻ തീരുമാനിച്ചു. ആരാ? ഈ ആദ്യം സുവിശേഷം പറഞ്ഞ ആള്. അപ്പൊ ഈ പുള്ളി പറഞ്ഞു നിങ്ങൾ വരണം. പുള്ളി പറഞ്ഞു ഞാനിപ്പോ ഒരു ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കും, ഞാൻ എന്തിനാ വരുന്നത്? പുള്ളി പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളുടെ ആത്മാവിന്റെ അവകാശം ഞാനാണ്. ഞാൻ സുവിശേഷം പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ഞാൻ പറയുന്ന കേട്ട് ജീവിക്കണം. ഇതിനെയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. ദിസ് ഈസ് എതിർ ക്രിസ്തു. കാരണം മനുഷ്യരുടെ ആത്മാക്കളെ കൈവശമാക്കുക അവർ ചെയ്യുന്നത്. നിങ്ങളുടെ ആത്മാവ് കൈവശപ്പെടരുത്. അതായത് എന്റെ ലോയൽറ്റി, എന്റെ ഡിവോഷൻ ഒരു മനുഷ്യനുള്ളതല്ല, കർത്താവിനുള്ളതാണ്. നാമോ ഏവരും സഹോദരന്മാർ. അതുകൊണ്ട് അഭിഷിക്തന്മാരുടെ ബിസിനസ്, ഈ ന്യൂ ജനറേഷൻ ചർച്ചകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ പാസ്റ്റർ ദൈവവും ആ ജനത്തിനും ഇടയിലുള്ള മധ്യസ്ഥന്, മോശയെ പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇതാണ് എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മം. ഇതിനൊരു ഓമന പേരുണ്ട് ഈ ദുരുപദേശത്തിന്. അതിന്റെ പേരാണ് കവറിംഗ് തിയോളജി. കേട്ടിട്ടുണ്ടോ അത്? കവറിംഗ് തിയോളജി എന്താന്ന്? കവറിംഗ് തിയോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സഭയിലായിരിക്കുമ്പോൾ ആ സഭയുടെ പാസ്റ്ററുടെ അനോയിന്റിങ് ആണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. യു ആർ കവേർഡ് ബൈ ഹിസ് അനോയിന്റിങ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നിക്കോലേവിയരുടെ ഉപദേശം എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ആളുകളെ കീഴടക്കി ഭരിക്കുന്ന, നിക്കാവോ ഐ കോൺകർ, ലാവോ പീപ്പിൾ, ഗ്രീക്ക്. ഇപ്പൊ ജനങ്ങളെ കീഴടക്കുന്ന ആ ഒരു സ്പിരിറ്റാണ് ഈ കവറിംഗ് തിയോളജിയിലുള്ളത്. അതുകൊണ്ട് കവറിംഗ് തിയോളജി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്ററുടെ അനോയിന്റിങ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവന്റെ പിന്നാലെ ഏലിയാവിന്റെ പിന്നാലെ നടന്നാൽ ആ പങ്ക് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ഉപദേശങ്ങളാണ്. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷനിൽ. ഈ പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ ന്യൂ ഏതാ ഓൾഡ് എന്ന് ആർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവരെല്ലാം അവിടെ ഇവിടെ എല്ലാം പോയി പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ എതിർ ക്രിസ്തുവിന് വരുവാനുള്ള ഏറ്റവും നല്ല റൂട്ട് തിരഞ്ഞെടുക്കുന്ന മാർപ്പാപ്പ വഴിയല്ല. ഒരു കാലത്ത് അങ്ങനെ ആൾക്കാർ വിചാരിച്ചിരുന്നത്. ഈ ഫാൾസ് അനോയിന്റഡ് പീപ്പിൾ വഴിയാണ്. അവരാണ് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറയുന്നതും ക്രിസ്തുവിലേക്ക് എന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് ആളുകളെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇന്ന് ഞങ്ങൾ ഒരു സഹോദരി ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ എന്റെ ഭാര്യയോട് പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു, ഞങ്ങളുടെ മോൻ ഒരു കല്യാണം ആലോചിക്കണം, നിങ്ങളുടെ ചർച്ചിൽ പെൺകുട്ടികളും എല്ലാം ഉണ്ടോ? അപ്പം എന്റെ വൈഫ് മലയാളിയല്ല, ബേസിക്കലി ഇവിടുത്തെ പാസ്റ്റേഴ്സിനൊന്നും അങ്ങനെ അറിയില്ല. അപ്പോ എന്നോടൊന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ആലോചിക്കില്ലെന്ന് മാത്രമല്ല, ഞാൻ ഏതെങ്കിലും കല്യാണം നടത്തുന്ന എന്റെ അറിവിലുള്ള പെൺകുട്ടിയാണെങ്കിൽ ഞാനത് ഉടക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതെന്ത്? ഞാൻ പറഞ്ഞു, ആ ഒരു ചർച്ചിലേക്ക്, നിങ്ങൾക്ക് എല്ലാം അറിയാം, പേര് പറഞ്ഞറിയാം, അതുകൊണ്ട് പറഞ്ഞു, ആ ഒരു ചർച്ചിലേക്ക് നമ്മൾ അറിഞ്ഞിരുന്നോണ്ട് ഒരു മോളെ കെട്ടിച്ചുവിടുക ഞാൻ ഇല്ല. ജീവനും കൊണ്ട് ഓടിക്കോളാനേ പറയുള്ളൂ. അപ്പോൾ ഇതാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് കയറി നിൽക്കുന്ന ആളുകൾ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, നിൽക്കരുതാത്ത സ്ഥലത്ത് നിന്ന് മഹാപുരോഹിതനും നമുക്ക് വേണ്ടി മരിച്ചവനുമായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നതായി അഭിനയിക്കുന്ന ആ ഒരു വർഗമാണ് ഇന്ന് ഏറ്റവും അപകടം ക്രിസ്ത്യൻ ചർച്ചിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ അവരുടെ അടിമകളായിപ്പോയ കത്തോലിക്ക സഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും ആൾക്കാർ ഊരിയെടുക്കാം, പക്ഷെ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾ പോലും അവർ ആ പഴയ ലോയൽറ്റി വിട്ടു വരുന്നു. സോ ടഫ്. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രൂത്ത്. നമ്മൾ പറയുന്നത് ബൈബിളിൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയും നിങ്ങൾ പെർഫെക്റ്റ് ആണോ ചോദിക്കും. That means they know it's not perfect, it's not correct, but this is an unholy reverence. നിങ്ങൾ ചുറ്റും നോക്കിക്കേ, നിങ്ങളുടെ അനേകം ആളുകളും കത്തോലിക്ക സഭയിൽ നിന്ന് അങ്ങനെയുള്ള സഭകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അവർ അത്രയെങ്കിലും എത്തിയല്ലോ. ഒരു പ്രയോജനമില്ലെന്ന് ഞാൻ സത്യസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം അവർ ഒരു പ്രകടമായ ദുഷ്ടതയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു സാത്താന്യതയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട, ഈ അന്ത്യകാലത്ത് വ്യാപരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.
ഇനി അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാരുണ്ടാക്കുന്നത്. അതുകൂടെ പറഞ്ഞ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവത്തില്ല. ഈ ടീച്ചർമാർക്കുണ്ട് ഫാൻസ്. അവർ പറയുന്നത് ഞാൻ ആ പാസ്റ്റർ പ്രസംഗം ബ്രദറെ കേൾക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് വേറൊരു ഗുരു സിസ്റ്റം ഉണ്ടാക്കുന്നു. അതായത് ഐ ആം എ ഫോളോവർ ഓഫ് ചേസ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആയാൽ നിങ്ങൾക്ക് എന്നെ ഒറിജിനൽ എങ്ങനെയുള്ള ആളെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ എന്നെ പോലെ പോലും ആവില്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന്. പക്ഷെ കർത്താവിനെ നോക്കിയാലേ എന്റെ പരാജയങ്ങൾ നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ക്രിസ്തു എന്നുള്ളതല്ലാതെ വേറൊരു റോൾ മോഡൽ ഉണ്ടായാൽ യു ആർ ഗോൺ. നിങ്ങൾ എന്നെയും തിരുത്തേണ്ടവരാ. അതാണ് സഭ. ഞാനിന്ന് നിങ്ങളോട് എന്റെ സഭ എന്നെ തിരുത്തിയ കാര്യം ഞാൻ പറഞ്ഞെന്ന് എന്റെ ഓർമ്മ. അത് എപ്പോഴും നടക്കേണ്ട കാര്യമാണ്. ഇന്നും അത് നടക്കും ഞങ്ങളുടെ സഭയിൽ. കാരണം ഞാൻ തിരുത്തപ്പെടേണ്ടതാണ്. അല്ല, എനിക്കെന്തിനാ സഭ? എന്നെ തിരുത്താൻ എന്റെ സഭയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ വൈ ഡു യു നീഡ് എ ചർച്ച്? വൈ ഡു ഐ നീഡ് എ ചർച്ച്? എന്റെ തെറ്റുകൾ കാണിച്ചു തരാൻ ഞാൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചേസ് ബ്രദർ ഇങ്ങനെ അല്ലല്ലോ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാൻ ആളുകൾ വേണ്ടേ? അപ്പൊ ഏത് ശുശ്രൂഷക്കാരനും തലയോളം വലുതല്ല ആകരുത് എന്ന് കരുതി അവർ ബഹുമാന്യരല്ലെന്നല്ല എന്റെ അർത്ഥം. സഭയ്ക്കകത്തവർക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഗുരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്രിസ്തുവിന്റെ പകരം നിൽക്കുന്നതാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഒരുവൻ എത്ര നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും ശിഷ്യന്മാർ. അപ്പം നിങ്ങൾ ചില ടീച്ചേഴ്സിനെ ഫോളോ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് അഭിമാനിക്കരുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഇന്ന് ഞാൻ അങ്ങനെ ഇതുവരെ തുടങ്ങിയില്ല, ഇപ്പൊ തുടങ്ങാൻ പോവാം. സാധാരണഗതി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബൈബിൾ എക്സ്പോസിഷനാണ് ഞാൻ ചെയ്യുന്നത്. അതായത് വചനം എടുത്ത് ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നത്. എന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആ വചനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. ആ വചനം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. വചനത്തിൽ ഇങ്ങനെയാണ് സഹോദര എന്ന് ഈ കണ്ണ് തുറപ്പിക്കാൻ ഉള്ള വചനം കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഏത് ടീച്ചറിനും പറ്റുള്ളൂ. ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു ടീച്ച് യു. അപ്പൊ കർത്താവ് അവന്റെ സഭയിലെ ശുശ്രൂഷകൾ വെക്കുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും അടിമയാണെന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട കേട്ടോ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടേ തന്നെ വരും. പിന്നെ ഞാനൊരു ഉടക്കുകാരനാണ് നിങ്ങൾ വിചാരിക്കില്ല. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനും എന്നോട് പിണങ്ങിയിരിക്കുന്നില്ല. എൻ്റെ ഒരു ബോധ്യം അത്. കാരണം ഇനി അങ്ങനെ പിണങ്ങിയിരിക്കുന്നവരുണ്ടാകാം, ഇടവൊന്നും. നമ്മളെല്ലാവരും കിടന്ന് ബഹളം വെച്ച് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ട്രൂത്ത് ഈസ് ട്രൂത്ത്. ആ ട്രൂത്ത് നമുക്ക് ഒരിക്കലും കൈവിട്ട് പോകാനും പാടില്ല. വി ഷാൽ സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ആൻഡ് സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. എനിക്കറിയാം, ഞാൻ ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ ഉള്ള ആളാണ്, ബലഹീനമായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബലഹീനത ഉള്ളത് എന്നെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. കാരണം ഞാൻ ഒട്ടും മോശമല്ലെന്ന് എനിക്കറിയാവുന്നുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ പെർഫെക്ഷനിൽ എത്തണമെങ്കിൽ പരസ്പരം ഒരേ തന്നെ വേണം. പരസ്പരം റബ്ബ് ചെയ്യാൻ നമ്മൾ മടിക്കരുത്, പറഞ്ഞു കൊടുക്കാൻ മടിക്കരുത്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ പരാതി പറയും, നീ സ്നേഹം അഭിനയിച്ച് എന്നെ ചതിക്കുമായിരുന്നു അല്ലേ, എന്നോട് ഇത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആദ്യമേ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് എത്ര എളുപ്പമുണ്ട് ഓരോ കാര്യങ്ങൾ. വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡോക്ടർ പറയില്ല, അന്ന് എന്തായി ടെസ്റ്റ് ചെയ്ത് നോക്കാഞ്ഞത്, അന്ന് എന്താ എന്നോട് പറയാഞ്ഞത്, ചോദിക്കില്ലേ? അപ്പൊ അന്ത്യകാലത്ത് സഭകളിൽ പെരുകി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട, നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ദുരുപദേശങ്ങളാണ്. ഒന്ന് ഈ രണ്ട് ഇടനിലക്കാരാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ. ഒന്ന് പ്രാർത്ഥനാ സഹായികളും, മറ്റൊന്ന് ഗുരുക്കന്മാരായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകളുമാണ്. അവര് ശിഷ്യന്മാരുണ്ടാക്കുകയാണ് അവർക്ക് വേണ്ടി. അപ്പൊ ഉടനെ ആ ശിഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള റിസോഴ്സസ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ സഭയിലെ 2 സഹോദരങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരിങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങളിപ്പോ ഓൺലൈൻ ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രസംഗമാകരുത്, നിങ്ങൾ എല്ലാവരും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഓഫ് ടീച്ചിങ് ഉണ്ടാകണം. അല്ലാതെ നോ വൺ ഷാൽ ലുക്ക്
ആൻഡ് ടു വൺ പേഴ്സൺ ആൻഡ് സേ ഓ ദിസ് ഈസ് ഹിസ് ചാനൽ, അങ്ങനെ വരരുത്. അപ്പൊ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വേദോപദേശങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സഹോദരൻ നമുക്കുണ്ട്. അപ്പൊ അവരെല്ലാവരും, അപ്പൊ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഉയർത്തപ്പെടണമെങ്കിൽ യോഹന്നാൻ കുറയണം, അതല്ലാതെ വേറെ വഴിയില്ല. കർത്താവ് കാണപ്പെടണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാരത്തിലും ശുശ്രൂഷയിലും ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ നാമം അവിടെ പറയപ്പെടരുത്. So we need to see that our name is not lifted up. We need to see that Christ is always glorified. കാരണം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അതിനൊരു വേറൊരു ട്രിക്ക് ഇവർ പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ആധുനിക ടീച്ചേഴ്സ് പ്രീച്ചേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി. ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാനില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടെത്താൻ എല്ലാവർക്കും കഴിയാൻ വേണ്ടിയാണ്. ഈ അൺക്രൈസ്റ്റ്ലി മിനിസ്ട്രീസ്, അൺക്രൈസ്റ്റ് ലൈക്ക് മിനിസ്ട്രീസിനെ കുറിച്ച് പണ്ട് സാക്പുനൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ സാക്പുനന്റെ ടീച്ചിങ്സിന്റെ ഒരു ആരാധകനൊന്നുമല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സ് ഞാൻ ഇവിടെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞുള്ള സാക്പുനന്റെ ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ ദിസ് ഇൻസിഡന്റ് വാസ് വണ്ടർഫുള്ളി ഡെമോൺസ്ട്രേറ്റഡ്. അവളുടെ ആ ടീച്ച് ചെയ്യാനുള്ള കഴിവ് നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. സോ മച്ച് ഓഫ് യുവർ എ പ്രോഫറ്റ് ഓഫ് ക്രൈസ്റ്റ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൺവെൻഷണൽ ഉപദേശമായിട്ട്. Now another question will come, what is that? Okay, എനിക്കറിയാം, അത് വരുമെന്നറിയാം. വന്നോട്ടെ, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കഥ ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, എപ്പോഴും ശോധന ചെയ്യാൻ നല്ലതാണ്. യേശു ക്രിസ്തു വന്നത് നമ്മുടെ ഈ നാട്ടിലേക്കാണ് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേണ്ട ഇന്നത്തെ പോലൊരു കാലമാണ് അന്നെന്ന് വിചാരിച്ചു. കർത്താവിന്റെ ഒരു ക്രൂസൈഡ്, രോഗശാന്തി ശുശ്രൂഷ അദ്ദേഹം ഗലീലയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. അല്ലേ വേണ്ട, യെരുശലേമിൽ തന്നെ ആയിക്കട്ടെ, അതാണല്ലോ മഹാരാജാക്കന്മാരുടെ നഗരം, അവിടെ ഇരിക്കട്ടെ. യെരുശലേമിലെ ഒരു കർത്താവിന്റെ ക്രൂസൈഡ് പ്ലാൻ ചെയ്തിരിക്കാൻ. അപ്പൊ ക്രൂസൈഡിനെ നോട്ടീസ് അടിച്ചു, എല്ലായിടത്തും കർത്താവ് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കൊടുത്ത് പബ്ലിഷ് ചെയ്തു. ആലോചിച്ച് നോക്കണം. എന്നിട്ട് യോഗം ആരംഭിച്ചപ്പോൾ പീലാത്തോസ് വന്നിട്ടുണ്ട്, കയ്യപ്പ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും വിളിക്കണം. അന്നാസ് വന്നിട്ടുണ്ട്, സകലരുണ്ട്. അപ്പൊ പത്രോസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വളരെ തിരക്കുകളുടെ നടുവിലും നമ്മുടെ ഈ യോഗത്തിലേക്ക് വരുവാൻ പീലാത്തോസ്, അതായത് ഗവർണർ, കാണിച്ച ആ ശുഷ്കാന്തിക്ക് നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. നമ്മുടെ മഹാപുരോഹിതനായ മെത്രാപ്പോലീത്തയും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. പത്രോസിന്റെ ഇൻട്രഡക്ഷൻ. ഇപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് പീലാത്തോസ് സംസാരിക്കും. പീലാത്തോസ് എഴുന്നേറ്റ് നിന്നിട്ട്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നല്ല ടീച്ചറാണ്, നിങ്ങളെല്ലാവരും അദ്ദേഹം പറയുന്നത് കേൾക്കണം, നമുക്ക് ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ഇനി ഉണ്ടാകണം, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും കൈയടിച്ചു. കാരണം ചെറിയൊരു യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും വലിയ പീലാത്തോസ് പൊക്കി പറഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരിലാണ് വന്നിട്ട് യേശു ക്രിസ്തു വലിയൊരു ടീച്ചറാന്ന് പറയുമ്പോഴേക്കും അല്ലേ ലുയ്യാന്ന് പറഞ്ഞേ. അത് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ ഈ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ പാവം ക്രിസ്തുവിനെ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം. അത് കഴിഞ്ഞ് ഹന്നാസും കയ്യപ്പാസും എന്നിട്ട് നമ്മുടെ നിയമങ്ങൾ നിങ്ങളിൽ എത്തിക്കാനാണ് ഇങ്ങനെ ഒരു ടീച്ചറിനെ ദൈവം വിട്ടതാണ്, നിങ്ങളെല്ലാവരും പറയുന്ന കേൾക്കണം, ഞങ്ങൾ പറയുന്നതും കേൾക്കണം. അവരവരുടെ രീതിയിൽ ഭംഗിവാക്ക് പറയും. കഴിഞ്ഞ് കർത്താവ് വന്നിട്ട് പറയും, പ്രസംഗത്തിൽ പറയും, അന്നാസിനും കയ്യപ്പാസിനും എല്ലാം വന്ദനം പറയും, അവരെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കും. ഈ പീലാത്തോസിന്റെ ഭരണം നമുക്കെല്ലാം വളരെ അനുകൂലമാണ് എന്ന് പറയും. ഇത്ര മനോഹരമായിട്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് പ്രസംഗിക്കും. എന്നിട്ട് സ്തോത്ര കാഴ്ചയ്ക്കുള്ള ഇടവേള എടുക്കും. ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിനിടയിലൂടെ ഒരു സ്തോത്ര കാഴ്ച എടുത്താൽ കുഴപ്പമുണ്ടോ പാസ്റ്ററെ? ഞാൻ പറയും, അതോടെ ഞാൻ പ്രസംഗം നിർത്തുന്നു. കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞതിന് ഇടയ്ക്കോടെ ഒരു സ്തോത്ര കാഴ്ച. ഈ സ്തോത്ര കാഴ്ച ഇത്ര മോശം കാഴ്ചയൊന്നും അല്ല, പക്ഷെ ഇതിനിടയിൽ വേണ്ട. അപ്പൊ സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയത്ത് യൂദാസ് മുമ്പോട്ട് വന്നിട്ട് പറയും, പുള്ളി പറഞ്ഞേക്കോ, എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. യൂദാസ് മുമ്പോട്ട് വന്നിട്ട് പറയും, നമുക്ക് ഈ കൺവെൻഷൻ നടത്താൻ നല്ല ചിലവുണ്ട്,
ഇതിന്റെ മൈക്ക് സിസ്റ്റം അതിനെല്ലാം നല്ല എക്സ്പെൻസ് ആണ്. അതിന് നിങ്ങൾ കൈ അയച്ച് സംഭാവന ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി നടക്കാൻ പറ്റുള്ളൂ. പണത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ഒരാള് പിന്നെ ഒരു അരമണിക്കൂർ പിന്നെയും കർത്താവ് സംസാരിക്കും. എന്നിട്ട് അവിടെയുള്ള കുറെ രോഗികളോട് മുമ്പോട്ട് കടന്നു വരാൻ പറയും. എന്നിട്ട് അവർ സൗഖ്യം വന്ന അവിടെ സൗഖ്യപ്പെടുത്തിയ കാര്യം പറയും, പാലസ്തീനിൽ സൗഖ്യപ്പെടുത്തിയ കാര്യം പറയും, ഗലീലയിൽ കൂടി നടന്നു പോയപ്പോൾ സംഭവിച്ച കാര്യം കർത്താവ് തന്നെ പറയും. പറഞ്ഞ് ഇവിടെ ഒരു ഹാലം ഉണ്ടാക്കും, അവസാനം കുറെ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നിട്ട് സ്റ്റേജിലോട്ട് പോയിരിക്കും. സ്റ്റേജിന് പുറകെ കൂടെ കയ്യഫാസിന്റെ അന്നാസിന്റെയും പീലാത്തോസിന്റെയും കൂടെ സദ്യ ഉണ്ണാൻ പോകും. എന്നിട്ട് അദ്ദേഹം ചോദിച്ചിരിക്കുക, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇത് കർത്താവല്ല എന്ന് നിങ്ങളുടെ ഉള്ളം പറയുന്നില്ലേ? ശരിയാണ്, ഇത് കർത്താവല്ല. യു ആർ റൈറ്റ്, ദിസ് ഈസ് നോട്ട് ക്രൈസ്റ്റ്, ഇത് ക്രിസ്തു അല്ല. എത്ര സത്യമാണ്. ഇത് ഇന്നത്തെ ഈ പെർഫോമൻസ് ഓറിയന്റഡ് മിനിസ്ട്രി എല്ലാം എന്തിനെ ഉയർത്തുന്നറിയോ? മനുഷ്യനെയാണ്. അത് മനുഷ്യന്റെ സംഖ്യ എത്ര? 666. നമ്മുടെ കഴിവുകൾ, ടാലന്റുകൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ആരും ഉയർത്തുന്നവരെ? ദൈവത്തെ അല്ല. ബാബേൽ ഗോപുരവും ഞങ്ങൾ പറയുക, നോക്ക് കർത്താവേ ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ പിള്ളേരെന്ത് മിടുക്കരാന്ന് കാണു കർത്താവ്, അവരുടെ പാട്ട് നീ കേക്ക്, എന്താ രസമാ. വി ആർ എറക്ടിങ് ടവർ ഓഫ് ബാബേൽ. ഇറ്റ്സ് ആൻ അബോമിനേഷൻ ടു ഗോഡ്, ഹ്യൂമൻ ഗുഡ്നെസ്. പ്രിയ സഹോദരങ്ങൾ, ഒരു പ്രോഫിറ്റും ഇത് പറയല്ലെന്ന് എനിക്കറിയാം. ബട്ട് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി പിശാച് വന്ന് കൊമ്പും വാലും കാണിച്ചല്ല നടക്കുന്നത്. മനുഷ്യനാണ് ചതിയുടെ ഉപായത്തിൽ പെട്ടുപോകുന്ന, സാത്താന്റെ ചതിയിലും ഉപായത്തിൽ പെട്ടുപോകുന്ന മനുഷ്യരാണ് സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് നോ ദ ട്രിക്സ് ഓഫ് ദ ഡെവിൾ. അതുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ എത്താൻ ആത്മാവിന്റെ എത്ര വെളിപ്പാട് നമുക്ക് കിട്ടിയാലേ സാധിക്കും. To have a free flowing ministry in the Holy Spirit, where man is not concerned as to what will happen to him to the next day, or whether he will get remuneration. What is it? ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു ദിവസം പഠിപ്പിക്കാൻ വരാമോ? ഞാൻ ചോദിച്ചു വരാം. ഫസ്റ്റ് ഒന്നും തോന്നരുത്, എത്ര രൂപ വെച്ചാ ചാർജ് ചെയ്യുന്ന ഒരു സ്പീച്ചിന്? ഞാൻ പറഞ്ഞു ചാർജ് ഇത്തിരി കൂടുതലായിരിക്കും. അത് പറ ഫസ്റ്റ്. ഞാൻ പറഞ്ഞു ഈ ഒരു സുവിശേഷത്തിന്റെ വില എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും കൂടുതലാണ്. നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ മിണ്ടായിരിക്കാൻ പറ്റും. ഇപ്പോഴും സോറി പാസ്റ്റർ, എല്ലാവരും ഇങ്ങനെ ചോദിക്കും, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഈ ചോദ്യം ചോദിക്കരുത്. ഇതാണ് ബാബേൽ. ബാബേൽ എന്ന് പറയുന്നത് വ്യാപാരമാണ്. എന്തൊക്കെ വ്യാപാരം ചെയ്യാം? നിങ്ങൾ പറ, എന്തൊക്കെ വ്യാപാരം ചെയ്യാം? കപ്പയും മാങ്ങയും മീനും വ്യാപാരം ചെയ്യാം, നമുക്കറിയാം. അരി വ്യാപാരം ചെയ്യാം. പിന്നെ ഇന്നത്തെ ഗൂഗിളുകാരും ഫേസ്ബുക്കുകാരും ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളെ വ്യാപാരം ചെയ്യാം. അവർ നമ്മളെ നല്ല ഒന്നാം തരട്ട് കച്ചവടം ചെയ്യുന്നു. കച്ചവടം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ടെല്ലാം തരുന്നത്, നമ്മളെല്ലാ വിവരങ്ങളും ശേഖരിച്ച് നമ്മളെ അവർക്കറിയാം. നമ്മളെ അതുപോലെ പരസ്യ കമ്പനികൾക്ക് വിറ്റാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. നമ്മുടെ കച്ചവടം ശരിക്കും നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇനി ഇത് കൂടാതെ കൃപാവരങ്ങളെ കച്ചവടം ചെയ്യാം, ഭയങ്കര കച്ചവടം. കർത്താവിന്റെ എല്ലാ ദാനങ്ങളും ബാബേൽ ചന്തയില് വിൽക്കാൻ വെച്ചിരിക്കുമല്ലേ. അതിൽ അഭിമാനിക്കുക. നമ്മളൊരു 30 വർഷം മുമ്പ് സുവിശേഷം പറഞ്ഞും പ്രസംഗിച്ചു ഒരുത്തൻ ധനവാനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളനാന്ന് എല്ലാവരും പറയുക. ഇന്ന് പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ അവൻ എന്തോ വിടുതലിന്റെ പ്രോബ്ലം ആണെന്നവൻ. ഇതുവരെയൊന്നും ആയില്ലേ പാസ്റ്ററെ? വാട്ട് ഈസ് ദിസ്? വി ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മളത് കണ്ടില്ലെങ്കിൽ നമ്മളെ എതിർക്രിസ്തു നമ്മളെ വിഴുങ്ങിയാലും നമ്മളറിയില്ല. അപ്പൊ രാജ്യാധികാരികൾ നമ്മുടെ സുഹൃത്തുക്കളാവും. അമേരിക്കയിൽ ക്രിസ്ത്യാനിറ്റി വലിയ തകർച്ച നേരിടാൻ പോവാണ്. ദിസ് ഇസ് മൈ പ്രൊഫസി. മൈ പ്രൊഫസി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആത്മാവ് എനിക്ക് ഇപ്പൊ പറഞ്ഞു തന്നൊന്നുമല്ല, ഇതൊരു ഒബ്സർവേഷനാണ്. കാരണം അമേരിക്കയിൽ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്. അവർ ചർച്ചയിൽ നിന്ന് അകന്നു പോകും. കാരണം അവർക്ക് ഈ ചർച്ചിലെ ഫിലോസഫി മനസ്സിലാകുന്നില്ല. പുതുതായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അവരൊന്നും സഭയിലോട്ട് വരില്ല. അവരെല്ലാം മുസ്ലിങ്ങളായി നിരീശ്വരവാദികളായി പോകും. കാരണം സഭ അവർക്കെതിരാ. അവർ നോക്കുമ്പോൾ സഭ ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി. സഭ ഈസ് സപ്പോർട്ടിങ് വൺ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ഓൾ ഓഫ് ദം. അപ്പൊ എന്ത് സംഭവിക്കും? അവർ അമേരിക്കയിൽ കൂടും. കൂടുതൽ ആൾക്കാർക്ക് പൗരത്വം കിട്ടും. വെളിയിൽ നിന്ന് വരുന്ന മൈഗ്രൻസിന് പൗരത്വം കിട്ടും. അവരൊന്നും സഭയിൽ വരും.
വരികയില്ല. ബിക്കോസ് ദ ചർച്ച് ഈസ് അഗെയിൻസ്റ്റ് ദം. അവരെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? when we are siding with anyone, we are losing the whole battle. അതുകൊണ്ട് കർത്താവിനോടുള്ള ഏകാഗ്രത സഭ വിട്ടു കളയുമ്പോൾ സഭയ്ക്ക് സുവിശേഷം പറയാനുള്ള ഫീൽഡാ പോകുന്നത്, വിറ്റ്നസ്സാ പോകുന്നത്. So the end time church is a powerless church, and it does not know whether they are alive or dead, and they do not know whether they have the Holy Spirit. അവർക്ക് ഉറപ്പുമില്ല, പ്രത്യാശ എന്താണെന്ന് അറിയില്ല, വീണ്ടും ജനിക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിലെല്ലാം ഒരു ഡോക്ടറിനൽ ക്രൈസിസിലൂടെ നമ്മൾ പോകാനുള്ള ചില കാരണങ്ങൾ പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. ഈ അപകടങ്ങളെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യാൻ പോകുന്നത്? പത്രോസ് പറയാണ് ഇതെല്ലാം പ്രത്യാശയിലൂടെയാണ് തരണം ചെയ്യാൻ പോകുന്നത്. ഈ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. കാരണം പത്രോസ് പറയാണ് എനിക്ക് ഈ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഉറപ്പ്? നമ്മൾ ഉറപ്പിനെ കുറിച്ച് 1-2 വാക്കുകൾ വായിച്ചു. ഒന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചത്, നമുക്ക് പ്രത്യാശ എന്ന ആത്മാവിന്റെ നങ്കൂരം നമ്മൾ സ്വായത്തമാക്കിയില്ലെങ്കിൽ ഏത് നിമിഷവും നമ്മൾ ചതിക്കപ്പെടും, നമ്മൾ അറിയില്ല. ബിക്കോസ് ദ സേറ്റൻ ഈസ് സോ ഡിസെപ്റ്റീവ് ആൻഡ് കണ്ണിങ്. ഇഫ് യു ആർ നോട്ട് ഹോൾഡിംഗ് ഓൺ ടു ദ ഹോപ്പ് എൻട്രസ്റ്റഡ് ടു us, പ്രത്യാശയുടെ നല്ല സ്വീകാരം നമ്മൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഡൈവേർട്ടഡ്. ഇനിയിപ്പോ നമ്മൾ എക്സാക്ട്ലി പോയില്ലെങ്കിലും ഒരു തലമുറ കഴിയുമ്പോൾ ഒരൊറ്റയാളുടെ കയ്യിൽ വിശ്വാസം എന്താണെന്ന് അറിയുന്ന ആൾക്കാർ പോലും കാണില്ല. സോ ലെറ്റ് us see what's happening in our churches. അത് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചിട്ട് 12 മുതൽ വായിക്കും. നമുക്ക് 1-11 വരെയുള്ള കാര്യങ്ങൾ ഞാൻ പല സ്ഥലത്തും സംസാരിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേണ്ടെന്ന് അർത്ഥമില്ല, പക്ഷെ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് അത് വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. So we will go to verse 11 and then go to 12 onwards. 11 is a background, is a context. ഇങ്ങനെ ചെയ്താൽ, അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് പറയാം, 10 കൂടെ വായിച്ചേക്കാം. അപ്പൊ അത് ക്ലാരിറ്റി, ഇങ്ങനെ ചെയ്താൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ക്ലാരിറ്റി വേണമല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, അത് എന്തുകൊണ്ടെന്നുള്ളതിലേക്ക് എന്തായാലും പോകുന്നില്ല. ഓക്കെ, അങ്ങനെ വായിച്ചത് മുഴുവൻ വായിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. നിങ്ങൾ എങ്ങോട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, ആരാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നും നിങ്ങൾ ഉറപ്പിച്ച് മുറുകെ പിടിച്ചുകൊള്ളുക. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചാൽ, എത്ര പേർക്ക് ഉറപ്പുണ്ട് വിളിയെക്കുറിച്ച്? എങ്ങോട്ടാന്ന് ഉറപ്പുണ്ടോ? ഈ ലോകത്തിലെ തേജസ്സിലേക്കാണോ, കർത്താവിന്റെ നിത്യമായ തേജസ്സിലേക്കാണോ നമ്മൾ വിളിച്ചേക്കുന്നുള്ള ഉറപ്പുണ്ടോ? കർത്താവിന്റെ നിത്യമായ തേജസ്സിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ, കണ്ടോ, ഒരിക്കലും ഇടറിപ്പോകില്ല. കാരണം ഇഫ് യു ആർ ഹോൾഡിംഗ് ഓൺ ടു ദ ഹോപ്പ്, യു വിൽ നെവർ ബി ഡിസീവ്ഡ്. ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ ധാരാളമായി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ നമ്മൾ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും പ്രത്യാശയുടെ നങ്കൂരം ഉറപ്പിച്ചവരുമാണെങ്കിൽ, വരാനിരിക്കുന്ന മഹത്വത്തെ നോക്കിക്കാണുന്നവരുമാണെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു എന്ന് വിചാരിച്ചു, പേടിക്കണ്ട. അമേരിക്കയിൽ ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്ന പരിപാടി ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വീട്ടിലോട്ട് കയറുന്നത്? വീടിന്റെ മുമ്പിൽ ഒന്ന് നോക്ക് ചെയ്യും, അല്ലെങ്കിൽ നേരത്തെ ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കണമല്ലോ, അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞാൻ വരുവാ കേട്ടോ, അങ്ങനെയൊക്കെയല്ലേ? ഓക്കെ, ഇപ്പൊ സമയമല്ലേ പാസ്റ്ററെ? എന്നാ പിന്നെ എപ്പോഴാ? എന്നാ വന്നേ പറ്റൂ. ഓക്കെ, എന്നാ പിന്നെ പോരെ. ശരി, ചെന്നു പിന്നെ ഡോർ നോക്ക് ചെയ്തു, അല്ലെ ബെല്ലടിച്ചു, നിങ്ങളുടെ സൗകര്യമുള്ളവരെ കയറ്റും. ഞാൻ കയറി ആദ്യത്തെ കസേരയിലിരിക്കും. അവല്ല കഴിക്കുന്നോ പാസ്റ്ററെ? കഴിച്ചേക്കാം. എന്നാ പിന്നെ കഴിക്കാനിരിക്കും. അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ധാരാളമായ പ്രവേശനമല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് ധാരാളമായിട്ട് പ്രവേശിക്കാൻ പറ്റുമോ? ഇല്ല, കഷ്ടിച്ച പ്രവേശിക്കുന്നത്. ഞാനങ്ങനെ വരികയില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എക്സാമ്പിൾസ് നല്ലതല്ലേ എപ്പോഴും? ഓക്കെ,
എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല കഥകളെ, അത് വെച്ച് ഞാൻ പറയും. ഓക്കെ, എനിവേ, നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളമായി പ്രവേശിക്കുന്ന ആരാ? നിങ്ങളുടെ പിള്ളേര്. അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഉണ്ടോ നോക്കിയല്ല, എവിടെയാണോ കീ ഇരിക്കുന്നത് അതെല്ലാം വലിഞ്ഞേറി കീ എടുത്ത് തുറന്ന്, അല്ലെങ്കിൽ വിൻഡോ തുറന്നിട്ടുണ്ട് അത് വളച്ചു വല്ല അവരകത്ത്. അവര് കയറുമെന്ന് മാത്രമല്ല, അവർ എല്ലാ റൂമിലും പോകും, എല്ലാ കസേരയിലും ഇരിക്കും, അടുക്കളയിൽ കയറും, ഫ്രിഡ്ജ് തുറക്കും, അവർക്ക് വേണ്ടതെല്ലാം എടുത്ത് തിന്നും. ഇതാണ് ധാരാളമായ പ്രവേശനം. അപ്പൊ നിത്യരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനം എന്താണ്? വന്നോട്ടെ, വരുവോ, കേട്ടുവോ, പോവോ, ഇങ്ങനല്ല. അതെന്റെ വീടാ, ഞാൻ അങ്ങോട്ടാ പോകുന്നു. അത് ധാരാളമായിട്ട് പോകും, എനിക്കൊരു സംശയവും ഇല്ല. അത് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ധാരാളമായൊരു വാഗ്ദത്വം. പൗലോസ് എത്ര ഉറപ്പിച്ചത് പറയുന്നറിയോ? എനിക്ക് ഒരു അപ്പച്ചനുമായിട്ട് ഭയങ്കര ക്ലോസ് പരിചയം ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്നന്ന് വളരെ, ഞാൻ ഇതുപോലെ വിശുദ്ധ ജീവിതം നയിച്ചിട്ടുള്ള ഒരാളെ പുറമേ നോക്കിയാൽ കണ്ടിട്ടില്ല. കാരണം ഇത്രയും ഹമ്പിൾ, അത് റിയൽ ഹമ്പിൾനെസ് ആണ്. കർത്താവിന്റെ കൃപ ആ മനുഷ്യന്റെ മുഖത്ത്. എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ള, ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും കൈകൂപ്പി താഴ്മയോടെ സംസാരിക്കുന്നു. 88 വയസ്സിലാണ് മരിക്കുന്നത്. അദ്ദേഹം ഒത്തിരി സുവിശേഷ വേലയും ചെയ്തു. വലിയ ഡെക്കറേറ്റഡ് ടീച്ചറൊക്കെ ആയിരുന്നു. എനിക്ക് 20-ാം വയസ്സിൽ അദ്ദേഹത്തെ പരിചയം. അദ്ദേഹത്തിന് 67, എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് പരിചയം. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ആ പ്രായ വ്യത്യാസം ഉണ്ടായിട്ടും. അദ്ദേഹം സുശേഷം പറയാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. ഞാനാണ് ഫ്രഷ്ലി ബാപ്റ്റൈസ്ഡ് ആണ്. മലകൾ കയറി അടിമാലിയിലും ഗിരിവർഗ്ഗക്കാരുടെ ഇടയിലും ഒക്കെ പോയി താമസിക്കും. പുള്ളിക്ക് താമസിക്കാൻ ഒന്നും വേണ്ട, ഒരു പായും തലനൊന്നും വേണ്ട, ഒരു പായും 2 വെള്ള ഉടുപ്പും മതി. അത് പുള്ളി തന്നെ കഴുകിയിടും, അടുത്ത ഇടും, ഉടുക്കും, അത് കഴുകിയിടും, അടുത്ത് കൊടുക്കും. BSc B.Ed ആണ് അന്നത്തെ കാലത്ത്. അതുകൂടാതെ മണക്കാരയിൽ നിന്ന് BD എടുത്ത, കേന്ദ്ര ഗവൺമെന്റിന്റെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് വാങ്ങിച്ച, ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു വയോധികനായ മനുഷ്യൻ. അദ്ദേഹം മരിക്കുന്ന അന്ന് രാവിലെ, മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്, ഒരു വെള്ളിയാഴ്ച എന്നെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത് വിളിച്ചു, മോൻ എപ്പോഴാ വീട്ടിലോട്ടൊന്ന് വരുന്നത്, മോനെന്ന് വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പച്ച അടുത്ത ആഴ്ച വരാം, തിരക്കാ. അയ്യോ, അടുത്ത ആഴ്ച വരുള്ളൂ ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, മൺഡേ വരാൻ പറ്റാം. ഞാൻ അടുത്ത് രാവിലെ വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, രാവിലെ ഒന്ന് പോയിട്ട് വരാം, കോട്ടയം വരെ പോകണം, ഞാൻ എറണാകുളത്താണ്. എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല, എനിക്ക് കുറെ ഗസ്റ്റുകൾ വന്നു. ഞാൻ ഫോൺ ചെയ്തിട്ട് അപ്പച്ചന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നാളെ അങ്ങ് പോവാം എന്ന് വിചാരിച്ചു പോയില്ല. ട്യൂസ്ഡേ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ എനിക്ക് ഫോൺ ഇങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി, ഇങ്ങോട്ട് വന്നു. വിളിച്ച് നോക്കാൻ പോയതാ വരുവാന്ന് പറയാൻ വേണ്ടി. മരുമകനായിരുന്നു. അപ്പച്ചൻ ഇന്നലെ രാത്രി മരിച്ചു പോയി കേട്ടോ. എനിക്ക് ഭയങ്കര പെയിൻ തോന്നി. പുള്ളി എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, മരിക്കുമെന്ന് അറിയാമായിരുന്നു. പുള്ളി തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ കൊച്ചുമക്കളോട് പറഞ്ഞു, കൊച്ചുമക്കളുണ്ട്, പറഞ്ഞു, അപ്പച്ചൻ പോവാട്ടോ ഇന്ന്. അപ്പച്ചന്റെ വീട് കണ്ടു. അന്ന് രാവിലെ എന്നിട്ട് എഴുന്നേറ്റ് പുള്ളി തുണിയെല്ലാം അലക്കി ഉണങ്ങി, വൈകിട്ട് വന്ന് എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വാഴ്ത്തിടുന്നുള്ള പാട്ട് പാടി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു. ധാരാളമായ പ്രവേശനം, ഒരു സംശയം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. ഞാൻ ഈ കഥ ബാംഗ്ലൂരുള്ള ഒരു പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനൊരു അപ്പച്ചനെ എനിക്കും അറിയാം. അങ്ങനെ 2-3 പേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ പാസ്റ്ററെ, ആ തലമുറ തീർന്നുപോയി. ഇന്ന് അങ്ങനെ ഒരു തലമുറ നമ്മുടെ മുമ്പിൽ ഇല്ല. ശ്രദ്ധിച്ചു നോക്കി. ഒരു തുണിസഞ്ചി എടുത്ത് അദ്ദേഹത്തിന്റെ ശമ്പളം മുഴുവൻ ആർക്കൊക്കെ കൊടുത്തിട്ട്, ഒരു തുണിസഞ്ചിക്കകത്ത് ഒരു ബൈബിളും ഒരു ഡയറിയും ഒരു അഡീഷണൽ പെയർ ക്ലോത്തുമായിട്ട് കർത്താവ് മാത്രമെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ നടക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ തലമുറയിൽ ഒരാൾ പോലും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ജനറേഷൻ നീങ്ങിപ്പോയപ്പോൾ ധാരാളമായ പ്രവേശനം എന്ന് പറയുന്ന ഒരു ഐഡിയ പോലും നമുക്കില്ല. എങ്ങനെയെങ്കിലും എത്തിക്കുത്തിയോടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു ഭയങ്കര സ്വപ്നം ഉണ്ടാകും, ദൈവരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനം. എന്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്റെ യാത്രയും ശരിയായ വഴിയിലാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തും. ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ ചിന്തിക്കുകയും ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ അറിയണം.
ഞാനത് ശോധന ചെയ്തുകൊണ്ടേയിരിക്കണം. ക്രിസ്തു ആണോ എന്നിൽ വസിക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്ന പണികൾ, ചിന്തിക്കുന്ന ചിന്തകൾ, എന്റെ വിചാരങ്ങൾ, എന്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നോ? ഈ അപ്പച്ചൻ 35-ാം വയസ്സിൽ ഭാര്യ മരിച്ചുപോയി. ഒരു കുഞ്ഞു മോളും 3 മാസം ഉള്ളപ്പോഴാണ് മരിക്കുന്നത്. പിന്നെ വേറെ പുള്ളി കല്യാണമൊന്നും കഴിച്ചില്ല, മക്കളെല്ലാം വളർത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൽ വന്ന് ഒരു 15 ദിവസം പുള്ളി താമസിച്ചു മരിക്കുന്നതിന് മുമ്പ്. അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരൻ, ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റാണ്. പുള്ളി അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചൻ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരപ്പനായിരുന്നു, ഭർത്താവായിരുന്നു, ടീച്ചറായിരുന്നു, ഒരു ഡിസൈപ്പിളായിരുന്നു, ബൈബിൾ പഠിപ്പിച്ച ആളായിരുന്നു, സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി റോഡുകൾ ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ശരിക്ക് ചെയ്തു സന്തോഷത്തോടെ പറയാൻ പറ്റുമോ ചോദിച്ചു, ഏതെങ്കിലും ഒരു കാര്യം. ഉടനെ അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ തുറന്നു പറഞ്ഞ മോന് വിഷമം തോന്നുന്നു ചോദിച്ചു. പറഞ്ഞു, ഇല്ല അപ്പച്ച, പറഞ്ഞു. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെല്ലാം ഞെട്ടി നോക്കി കേട്ടോ. പുള്ളി പറയാ, യേശു ഇങ്ങനൊന്നും അല്ലായിരിക്കും മോനെ ചെയ്യുന്നത്. യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പച്ചൻ ചെയ്തൊന്നും ശരിയായിട്ടില്ല. ഇപ്പൊ ഞാൻ ഓർത്തു, ശരിയാ, എന്തോരം ഓടിയാലും കർത്താവിനെ പോലെ ആവില്ല. ആ ഒരു പെർഫെക്ഷൻ പുള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, ആരുമായിട്ടും കമ്പയർ ചെയ്യുന്നില്ല. കർത്താവിനെ പോലെ അല്ല മോനെ. അത് വളരെ വിഷമത്തോടെ പറഞ്ഞു, അല്ലെന്ന്. അപ്പൊ ഇത് എന്നാലും പ്രത്യാശയ്ക്ക് ഒരു കുറവുമില്ല. കാരണം എന്താ? പ്രത്യാശ നമ്മുടെ ഒന്നിനാലും അല്ല, അത് കർത്താവ് നമുക്ക് തരുന്നൊരു ദാനമാണ്. ആ ദാനം സ്വീകരിച്ച ഒരാൾക്ക് ഈ ലോകത്തിൽ നിന്ന് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ടാണ് പ്രാപിക്കുന്നത്. ലിമിറ്റ്ലെസ്, ബൗണ്ട്ലെസ്. ഇത് ഞാൻ പറയാം, ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയല്ല, ഞാനിത് പറഞ്ഞപ്പോൾ അതങ്ങനെ അങ്ങോട്ട് വന്നതാണ്. ഇനി അടുത്ത വാക്യം പത്രോസ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും. നിങ്ങൾക്കിതെല്ലാം അറിയാമല്ലോ, അറിയാം. എന്നാലും ഞാനിത് പിന്നെയും പിന്നെയും നിങ്ങളോട് പറയേണ്ടി വരുവാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം വലിയ കൊടിയ ചെന്നായ്ക്കൾ പിന്നാലെ വരും. അപ്പൊ നിങ്ങളിത് പിന്നെയും പിന്നെ ഉറച്ച് ഈ പ്രത്യാശയിൽ, തെരഞ്ഞെടുപ്പിന്റെ ഉറപ്പിൽ നിങ്ങൾ ആയിരിക്കുക എന്നുള്ളത് ഞാൻ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് മടുക്കില്ല. കാരണം ഞാൻ മരിച്ചുപോയ പിന്നെ ആര് പറയും? എന്റെ കാലം അടുത്ത് ഞാൻ പോകാൻ പോവാണ്. ഇത് മാത്രം എനിക്ക് പിന്നെയും പിന്നെ ഓർമ്മിപ്പിക്കാനുള്ളൂ എന്നാണ് പത്രോസ് പറയുന്നത്. നിങ്ങൾ അതെന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അത് എപ്പോഴും നിങ്ങൾ ഓർക്കണം. പത്രോസ് എന്ന് ഓർക്കുമ്പോഴേ ഇത് ഓർക്കണം. പത്യോപദേശം, പ്രത്യാശയിൽ നിലനിൽക്കുക, രക്ഷയോ ഓർക്കുക, അത് ഓർക്കണം. പത്രോസ് എങ്ങനെ ജീവിച്ചു, എങ്ങനെ ആഹാരം കഴിച്ചു, അത് നിങ്ങൾ ഓർക്കരുത്. അതുകൊണ്ട് എപ്പോഴും ഒരേ കാര്യം. ഇപ്പൊ ചേസ് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഓർക്കുമ്പോൾ അയാൾ ഇങ്ങനെയായിരുന്നു, അയാളുടെ കണ്ണിങ്ങനെയായിരുന്നു, മൂക്കിങ്ങനെയായിരുന്നു, അയാളുടെ വർത്തമാനം ഇങ്ങനെയായിരുന്നു ഓർക്കുന്നതിന് പകരം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം വിശ്വാസം, പ്രത്യാശ, കർത്താവിന്റെ വരവ്. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഓർപ്പിച്ച് അത് ഇയാൾ ചത്തുപോയാലും ഇത് ഈ ആളെ ഓർക്കുമ്പോൾ ഇത് ഓർക്കണം. അങ്ങനെയാണ് പൗലോസ് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ല ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ട് ഇനി വേറൊരിടത്ത് പ്രസംഗിക്കില്ലെന്നല്ല. കണ്ടിന്യൂസ്ലി ദ ട്രൂത്ത് ഈസ് ബട്രസ്ഡ്, ട്രൂത്ത് ഈസ് ത്രസ്റ്റ് അപ്പോൺ പീപ്പിൾ. അത് അവരറിഞ്ഞില്ലെങ്കിൽ ഒഴുകിപ്പോകും എന്നുള്ള പേടി കൊണ്ടാണ് പത്രോസ് പറയുന്നത്. എങ്ങനെയാണ് ഒഴുകി പോകുന്നതെന്നറിയോ? ഈ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും അഷുറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ഇവരുടെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായത് കേട്ടു. അപ്പം പത്രോസ് പറയുന്നത് മറുരൂപ മലയിലുണ്ടായ
ട്രാൻസ്ഫിഗറേഷൻ, ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിലെ ഇവരുടെ മേലിലേക്ക് കർത്താവിന്റെ തേജസ് വന്ന കാര്യമാണ്. അപ്പൊ തേജസ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ തേജസ്സിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തേജസ് വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് പത്രോസിന് ഓർമ്മയുണ്ട്. പത്രോസിന് ഈ ലോകത്തേക്ക് തിരിച്ചിറങ്ങി വരണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പത്രോസ് ഉടനെ പറയുന്നത്, നമുക്ക് 3 കൂടാരം പണി, ഒന്നിൽ നീ താമസിച്ചോ, ഒന്നിൽ മോശ, ഒന്നിൽ ഏലിയാവും താമസിക്കട്ടെ, ഞങ്ങൾ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളാം. ഞങ്ങൾക്ക് ഈ തേജസ് കാണുന്നതിനേക്കാൾ കൂടുതലൊന്നുമില്ല, ഞങ്ങൾ ഈ തേജസിന്റെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അപ്പം കർത്താവിന്റെ തേജസ് കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താ ആദ്യം വരേണ്ടത്? ഒന്നും വേണ്ട, അല്ലെ? തേജസ് കണ്ടില്ലെങ്കിലോ? തേജസ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി അറിയാം? നിങ്ങൾ ചെയ്യാറുണ്ടോ വിൻഡോ ഷോപ്പിംഗ്? ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് മേടിക്കാനല്ല, അതിന്റെ പോസിബിലിറ്റീസ് ഒക്കെ ഒന്ന് കണ്ടെത്താൻ. എന്തിനാ? മഹത്വമുള്ള സാധനം, കുറച്ചുകൂടെ മഹത്വമുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ മഹത്വമുള്ള സാധനം വന്നിട്ടുണ്ട്. കാരണം എന്താ? മഹിമ കണ്ട സാക്ഷികളല്ല. അയ്യോ നിങ്ങൾ നോക്കുന്ന പാപമൊന്നും അല്ലോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യവും ചെയ്യാൻ പറയല, അതാണ് എന്റെ പോളിസി. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പോളിസി ഉള്ളതെന്നറിയോ? ഉള്ളിൽ നിന്ന് ആത്മാവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുമ്പോൾ ആത്മാവ് നമ്മോട് പറയും, മോനെ മുകളിലോട്ട് നോക്ക്. അത് നിങ്ങൾ കേൾക്കണം. ആ ടീച്ചർ പറയുന്ന കേട്ടിട്ടേ കാര്യമുള്ളൂ. അത് കേട്ടാലേ നമുക്ക് ഉറപ്പിക്കപ്പെടുള്ളൂ. ഞാൻ ഒരു സൈറ്റ് സെർച്ച് ചെയ്യുന്ന, ഒരു പുതിയ ഫോൺ വന്നു അന്വേഷിച്ചു, അത് പാവം, അങ്ങനെ പറയുന്ന ഒരാളല്ല. ഡൂസ് ആൻഡ് ഡോൺസ് അല്ല നമ്മുടെ വിഷയം, നമ്മുടെ നോട്ടം എവിടെയാണെന്നുള്ളതാണ്. ഞാൻ വിൻഡോ ഷോപ്പിങ്ങിനെ കുറിച്ച് പറയാൻ കാരണം, ഈ മഹിമ കണ്ട സാക്ഷി, നമ്മൾ പലതിന്റെ മഹിമ കണ്ടിട്ടുണ്ട്, അതിനോട് നമുക്കൊരു ആസക്തിയുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികൾക്ക് അതായിരിക്കും ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അവർ വേറെ ഒന്നിലും സന്തോഷിക്കാൻ അവർക്ക് പറ്റിയല്ല. അടുത്ത് പറയുന്നത്, ഞാൻ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായത് കേട്ടു, പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. ഉണ്ടോ? അപ്പോ ഇവർ മഹിമ കണ്ടു, പ്രവാചക ശബ്ദവും കേട്ടു. ഏതാണ് കൂടുതൽ സ്ഥിരം? നിങ്ങൾ പറയണ എന്തായിരിക്കും പറയുള്ളൂ? കർത്താവിന്റെ മഹിമ നിങ്ങൾ നേരിട്ട് കണ്ടതാണോ സ്ഥിരം, കുറച്ച് കൂടുതൽ സ്ഥിരമായത്, അതോ വചനത്തിൽ വായിച്ചതാണോ? വചനത്തിൽ വായിച്ചതാ. കർത്താവിന്റെ ശബ്ദം കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബ്രദറെ എനിക്ക്. കേട്ടിട്ടുണ്ടോ? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ശബ്ദം എങ്ങനെ ബ്രദറെ കേൾക്കുന്നത്? ഞാൻ പറയും, നിങ്ങൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നേക്കാളും പ്രധാനമല്ലേ എഴുതി തന്നത് വായിക്കുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ അപ്പൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ആധികാരികതയുണ്ട് ആ അപ്പനത് എഴുതി തരുമ്പം, അല്ലേ? നമ്മൾ പലപ്പോഴും പറയല്ലേ, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ശവക്കോട്ടയുടെ ഒരു ശവക്കോട്ട ഉണ്ട്, ഓൾറെഡി ഒരു ബറിയൽ പ്ലേസ് ഉണ്ട്. അപ്പം അത് ഇത്തിരി ദൂരം. അപ്പൊ അടുത്തുള്ളൊരു, കാരണം ഞങ്ങളുടെ ചർച്ചിൽ പല സ്കാറ്റേഡ്, പല സ്ഥലത്ത് വരുന്ന ആൾക്കാരാണ്. ഈ പുത്തൻകുരിശിൽ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ പ്ലേസ് ഉണ്ട്. അവിടെ എങ്ങാനും ഒരു പ്ലേസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചപ്പം അതിന്റെ ഓണർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥലം റെഡി ആയിട്ട് ഇട്ടിരിക്കും, പാസ്റ്ററിനെ ഒന്ന് വിളിച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ട്, ഞാൻ വിളിക്കണം, ഞാൻ ആദ്യം മരിക്കരുത്. അതുപോലെ ഞാൻ വിളിക്കുമ്പോൾ പുള്ളി അവിടെ കാണണം, പുള്ളിയും മരിക്കരുത്. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെങ്കിലും മരിച്ചാൽ പരിപാടി നടക്കും. ഇതാണ് മനുഷ്യന്റെ വാക്തത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് കാഴ്ച കണ്ടാലും നമ്മുടെ തലയിൽ ഒരു തേങ്ങ വീണാൽ ആ കാഴ്ചയുടെ യാതൊരു ഓർമ്മയും നമുക്കുണ്ടാവില്ല. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം എനിക്ക് എഴുതി തരുമെന്ന് വെച്ചോ, എഴുതി തന്നാൽ അത് ഡോക്യുമെന്റ്. ഏതിനാ വില? നിങ്ങൾ എന്തിനാ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് മനസ്സിലായി. എഴുതി തന്നതിൽ വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് ഒരു ശബ്ദവും കൂടെ കേട്ടിട്ട് വിശ്വസിക്കാം. എനിക്കൊന്നും കേൾക്കുന്നില്ല ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു. എന്തോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ നോക്കി ജീവിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതവർക്ക് കാര്യമില്ല. മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു, സന്തോഷമായി. കാരണം നമ്മൾ അങ്ങനെയാണ്, സെൻസറി ആനിമൽസ്. നമുക്ക് നമ്മുടെ സെൻഷ്വൽ ലൈഫാണ്, നമ്മുടെ സെൻസിനകത്തോടെ കേൾക്കണം, നമ്മുടെ സെൻസിലൂടെ കാണുന്നു. അല്ല, ആത്മാവ് പറഞ്ഞു, വചനത്തിൽ രേഖപ്പെടുത്തി, എഴുതി തന്നു. കർത്താവ് പറയാ, എടാ ഞാൻ എഴുതി തരാം, പോരാ, കേൾക്കണം, ശബ്ദം കേൾക്കണം. എന്നർത്ഥം എന്താ? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കണം. ഇനി ആന്തരികമായ റെവലേഷൻസ് ആത്മാവിന്റെ തലത്തിൽ നമുക്ക് എപ്പോഴും വേണം കേട്ടോ. അത് വേണ്ട ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം
അത് വേണം. അതാ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഫൗണ്ടേഷൻസ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഓരോ നിമിഷവും കർത്താവിന്റെ ശബ്ദം വേണം. ആ ശബ്ദം എന്ന് പറയുന്ന ഒരു അശരീരിയായിട്ട് കേൾക്കണം നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അത് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമാണ് അശരീരിയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ അത് കേട്ടില്ലായിരുന്നു ഞാൻ തകർന്നു പോയേനെ, നശിച്ചു പോയേനെ. അവിടെ എനിക്ക് എന്റെ സ്വന്തം ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് കർത്താവ് എന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, എനിവേ ലീവ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള വചനത്താൽ ഒരു കാര്യം സ്ഥാപിതമാകുമ്പോൾ, അപ്പൊ നമ്മൾ എന്ത് ദർശനം കണ്ടാലും, എന്ത് ആത്മാവിന്റെ ശബ്ദം കേട്ടാലും, ആത്മാവിന്റെ ശബ്ദമാണെന്ന് നമുക്ക് തോന്നിയാലും, വചനം അധികം സ്ഥിരമായി നമുക്കുണ്ട്. അപ്പം ഈ സ്ഥിരമായതെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ലൈറ്റ് ഹൗസ് ഫോർ എക്സാമ്പിൾ, നമ്മൾ കപ്പലിൽ പോകുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട്, അപ്പൊ നമുക്കറിയാം ഡയറക്ഷൻ മാറുന്നില്ല. അതുപോലെ വചനം എന്ന് പറയുന്നത് അതുപോലെ സ്ഥിരമാണ്, അത് മാറുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ആശയം തോന്നിയാലും സബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, വചനത്തിന് വിരുദ്ധമായി പറയില്ല. അപ്പൊ എപ്പോഴും വചനവുമായിട്ട് അതിനെ തട്ടിച്ചുകൊണ്ടിരിക്കണം. പരിജ്ഞാനത്തിന് തരത്തിലേക്ക് കർത്താവിനോട് കാര്യം പറഞ്ഞു, പക്ഷെ അത് വചനവുമായിട്ട് എഗ്രി ചെയ്യുന്നില്ല. വചനവുമായിട്ട് എഗ്രി ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് പ്രശ്നമല്ല. കാരണം നമുക്ക് തെറ്റുപറ്റാം. നമ്മുടെ കേൾവിയും കാഴ്ചയും എല്ലാം ഭാഗികമായി മാത്രമേ സത്യത്തെ റിലേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൽ ബലഹീനതകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും വി കം ബാക്ക് ടു ദ സ്ക്രിപ്ചർ. ദാറ്റ്സ് വാട്ട് കീപ്സ് us സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ. എന്ത് അരുളപ്പാട് ദൈവം എന്നെ കാണിച്ചു തന്ന ബ്രദറെ ഉടനെ ചോദിക്കും, ബൈബിളിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തന്നെങ്കിൽ നല്ലത്, ഞങ്ങളോട് പറയണ്ട. ഓക്കെ, അടുത്തത് പ്രവാചക വാക്യം നമുക്ക് അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പ്രവാചകന്മാരുടെ ശബ്ദം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ശബ്ദം, ഇനി വരാനുള്ള കാലങ്ങളെ കുറിച്ചുള്ള ശബ്ദം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് അധികം സ്ഥിരമായിട്ടുള്ളത്. ഇനി കേട്ടോ അടുത്ത വാക്യം, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇരുട്ടിലാണ്, ഉദയനക്ഷത്രം ഉദിക്കും, നമ്മൾ പ്രകാശത്തിലേക്ക് പോകും. പക്ഷെ അതുവരെ നമ്മൾ ഇതിനെ വെളിച്ചം എന്ന പോലെ ഈ കർത്താവിന്റെ പ്രത്യാശയെ, തെരഞ്ഞെടുപ്പിനെ, വിളിയെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയെ കരുതിക്കൊണ്ടാൽ, വചനത്തിലുള്ള വാഗ്ദത്വത്തെ കരുതിക്കൊണ്ടാൽ, വചനത്തിലൂടെ ദൈവം നമുക്ക് എഴുതി ഏൽപ്പിച്ച് തന്നതിനെ കരുതിക്കൊണ്ടാൽ, അപ്പോൾ ദ ചർച്ച് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഡിവൈൻ ട്രൂത്ത്. സഭ ബലമേൽപ്പിച്ചിരിക്കുന്ന, സഭയെ കർത്താവ് ബലമേൽപ്പിച്ചിരിക്കുന്ന, ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ആ വിശിഷ്ടമായ വെളിപ്പാടുകളുടെ കസ്റ്റോഡിയനാണ് സഭ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സഭകൾ പൊതുകൃപകളുടെ വിതരണക്കാരാണ്. ഈ പൊതുകൃപകളുടെ വിതരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രോഗസൗഖ്യം, പണം, ആരോഗ്യം, ഇതെല്ലാം ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന പൊതുകൃപകളാണ്. അത് അംബാനിക്കും കിട്ടും, മോഡിക്കും കിട്ടും, നമുക്കും കിട്ടും. സഭയുടെ ആവശ്യമില്ല അത് വിതരണം ചെയ്യാൻ. സഭ വിതരണം ചെയ്യുന്നത് വേറെ കാര്യങ്ങളാണ്. അത് കർത്താവിലുള്ള ബ്ലെസ്സിങ്സിന്റെ ഡിസ്പെൻസറിയാണ് സഭ. അതല്ലാതെ ലോകത്തിലുള്ള കോമൺ ഗ്രേസ് വിതരണം ചെയ്യുന്ന സ്ഥലമല്ല. ഇപ്പൊ കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദുഷ്ടനും നീതിമാനും എല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം ഇല്ലാതെ തന്നെ, ആ രക്തത്തിന്റെ കവനന്റ് ഇല്ലാതെ തന്നെ ലഭിക്കുന്ന അനുഗ്രഹം. എന്നാൽ സ്പെഷ്യൽ ഗ്രേസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രം ലഭിക്കുന്ന, അവനിലൂടെ മാത്രം കിടക്കുന്ന, തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന പ്രത്യാശയെ ആധാരമാക്കിയുള്ള വചനങ്ങൾ. ആ വചനവും വാഗ്ദത്വവുമാണ് സഭയുടെ കസ്റ്റഡിയിലുള്ള ട്രൂത്ത്. ഇതിനെക്കുറിച്ചാണ് പ്രവചന ശബ്ദം നമുക്കുള്ളത്. ഇതിനെക്കുറിച്ചാണ്, ആ തേജസ്സാണ് പത്രോസ് മലമുകളിൽ കണ്ടത്. അപ്പൊ അതാണ് സഭയുടെ കസ്റ്റഡിയിലുള്ള ട്രൂത്ത്. അപ്പൊ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ശുശ്രൂഷകരും എല്ലാം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് ഓർപ്പിച്ചുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി. എന്നിട്ട് പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ എന്താ പറയുന്നറിയോ? അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. രസം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രസമല്ല, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം. 3:15 പറയാണ്, 2 പത്രോസ് 3:15, അതുകൊണ്ട് പ്രിയമുള്ളവരെ, 15-ാം വാക്യം, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് ഒത്തവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന. ഏതിനെക്കുറിച്ച്? ഈ പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ.
ഈ പത്രോസ് ഇടയ്ക്ക് പൗലോസിന്റെ വായിന്ന് ചീത്തയൊക്കെ ചീത്തയല്ല, വഴക്ക് ശാസനയൊക്കെ കേട്ടതാ. ചീത്ത എന്നുള്ള വാക്ക് ശരിയല്ലല്ലോ, ശാസന കേട്ടതാ. പക്ഷെ പത്രോസിന് ഒരു കുഴപ്പമില്ല. കാരണം പത്രോസിന് നന്നായാൽ മതി. അല്ലാതെ ഞാനാണോ പൗലോസാണോ വലുതെന്നൊരു ചോദ്യം പത്രോസിന്റെ ഹൃദയത്തിൽ വരികയില്ല. കാരണം പത്രോസ് പറയുന്നത് എന്താണ്? അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്നാ. അപ്പൊ ഈ ഒരു കാര്യം പൗലോസ് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്? പത്രോസ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു? പൗലോസ് ഇത് തന്നെ എല്ലാ ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടെന്നാ പറയാം. അപ്പൊ ശരിക്കും കർത്താവിന്റെ സഭയിൽ ഇത് സ്ഥാപിക്കപ്പെടാൻ വേണ്ടി അവർ ചില്ലറ പാടല്ല പെട്ടത്. അത് ആരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം അവർ വളരെയധികം ഉത്സാഹിച്ചു ആ അപ്പോസ്തലിക ഉപദേശം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഭയില് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മേലിൽ ഒരടിസ്ഥാനമായിട്ട് ഒരാൾക്കും നമ്മളെ വഞ്ചിക്കാൻ കഴിയുകയില്ല. അത് സഭയിൽ വീഴുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ അതിനുവേണ്ടി സമയമെടുക്കണം, ടൈം എടുക്കണം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് പഠിച്ച് നമ്മുടെ ഉള്ളിൽ അത് സ്ഥിരമായ പ്രതിഷ്ഠയോടെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എങ്ങോട്ടുള്ളതാണെന്നും എന്തിനുള്ളതാണെന്നും എങ്ങോട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അതിന്റെ അധികാരങ്ങൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് വളരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ധാരാളമായൊരു പ്രവേശനം, അവിടെ ചെല്ലുമ്പോൾ മടിച്ചു നിൽക്കാതെയുള്ള ധാരാളമായ പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കും. ഈ ധാരാളമായ പ്രവേശനത്തെ കുറിച്ച്, ഭയത്തെക്കുറിച്ച് ഞാനൊരു എക്സാമ്പിളോട് പറയാം. എന്റെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അബൌട്ട് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലെ വളരെ നല്ലതായിട്ട് പഠിച്ച് 45 മാർക്കിൽ കൂടുതൽ 50 വാങ്ങിക്കണം, അതാണ് പുള്ളിയുടെ റൂള്. 45 കുറഞ്ഞാൽ അസമാധാനം വീട്ടിലുണ്ടാവും. തല്ലുകയല്ല, പക്ഷെ നാക്ക് ഭയങ്കരമായിട്ട് വഴക്ക് പറയും. 40 കുറഞ്ഞാൽ പറയുകയേ വേണ്ട. ഞാനിന്മേൽ കളിയാണ് ഓരോ പരീക്ഷയും. അപ്പൊ മാത്തമാറ്റിക്സിന് എനിക്ക് എപ്പോഴും ഒരുവിധം നല്ല മാർക്ക് കിട്ടുമായിരുന്നു. 48, 49, 50 വരില്ല. എൻ്റെ അപ്പൻ അത് സഹിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം പുള്ളി വിചാരിച്ചു, നിനക്ക് 50 മേടിച്ചാൽ എന്നാ കുഴപ്പം? അപ്പൊ ഒരു പ്രാവശ്യം എക്സാം എഴുതി, ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ എഴുതി ശരിക്കും എഴുതി. അപ്പൊ എനിക്കൊന്ന് ശരിയല്ല, ഇത് വെട്ടിയിട്ട് തെറ്റെഴുതി വെച്ചു. അപ്പം ആ പാവൻ ടീച്ചർ വെട്ട് ശരിക്ക് കാണാഞ്ഞുകൊണ്ട് മുഴുവൻ ഉത്തരം കിട്ടിയില്ല, അതിന് പകുതി മാർക്ക്, അങ്ങനെ 1/2 മാർക്ക് പോയി. അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും 50 കിട്ടുകയില്ല. ഇങ്ങനെ ആയപ്പോൾ അപ്പം മടുത്തു. എല്ലാ ദിവസവും വരുമ്പോൾ ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, ആൻസർ നോക്കും, കിട്ടുന്നുണ്ടോ നോക്കും. പിന്നെ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും പുള്ളിയുടെ ഓർമ്മകളൊക്കെ, പഴയ ഓർമ്മകളൊക്കെ പോയി, പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് പിന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ട്യൂഷന് ഏർപ്പെടുത്തി, ഈ 50ൽ 50 വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായിട്ടും ഞാൻ ട്യൂഷന് പോയി. 8ാം ക്ലാസ്സിൽ 1ാം ടേം ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ്. ഓണപ്പരീക്ഷയുടെ മാർക്ക് വന്നപ്പം മാത്സിന് 50ൽ 39. എനിക്ക് വീട്ടിൽ പോകണ്ട. 4 മണിയായി, സ്കൂൾ വിട്ടു. അന്ന് സ്കൂൾ ബസ് ഇല്ല, റൂട്ട് ബസ്സാ, നമ്മുടെ സാധാരണ ബസ്സിലാണ് പോകുന്നത്. അപ്പോ ബസ്സിൽ കയറാൻ വേണ്ടി താഴെ നിൽക്കുമ്പോൾ 4:30 ഒരു വണ്ടിയുണ്ട്, പിന്നെ 5:15 വണ്ടിയുണ്ട്. 2 വണ്ടിയുള്ളൂ ഞങ്ങളുടെ ഏരിയയിലേക്ക്. ഇടുക്കി ജില്ലയിലാണ്. അത് കഴിഞ്ഞ പിന്നെ ആ വഴിക്ക് വണ്ടിയില്ല. 4:30 വണ്ടി ഞാൻ കയറിയില്ല. എനിക്ക് വീട്ടിൽ ചെല്ലാൻ ഇഷ്ടമില്ല. കാരണം ഉറപ്പായിട്ടും പേപ്പർ കിട്ടിയിട്ടുണ്ട്, ഇത് അപ്പം നോക്കും. നോക്കിയില്ലെങ്കിൽ പുള്ളി PTA പ്രസിഡന്റാണ്. നാളെ വന്നു കഴിയുമ്പോൾ ഇത് എടുത്തു നോക്കും. ടീച്ചർമാർ പറയാം, ആ പേപ്പർ കിട്ടിയാലും ചോദിക്കും. എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ. 5:15 വണ്ടി വന്നു, ഞാൻ കയറി. 5:15 വണ്ടി സാധാരണ 5:15 വരുന്നത് 5:30 വരാവുള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. വീട്ടുകാർ അന്വേഷിച്ചാൽ അതിലും വലിയ പുലുവാലോ, പോയേ പറ്റുള്ളൂ. പക്ഷെ ആ വണ്ടി 5 മണിയായപ്പോഴേക്കും വന്നു. ഞാൻ ആ വണ്ടി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവ് എവിടെയെങ്കിലും ടയർന്ന് പഞ്ചറാവണേ, എവിടെയെങ്കിലും ഒന്ന് ലേറ്റ് ആക്കണേ, ഇവര് ചായ കുടിക്കാൻ നിർത്തണേ, കർത്താവെ ഒരു അരമണിക്കൂറിൽ എനിക്ക് കിട്ടുവാണേ. ഇത്ര ടെൻഷനാണ്. പക്ഷെ വണ്ടി കൃത്യസമയത്തോടെ എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ നിന്നുള്ള പ്രവേശനമൊന്നും പോകുന്നില്ല അവിടെ, എന്നെ വീട്ടിൽ കയറ്റുകയൊക്കെ ചെയ്യും. ഇപ്പം 0 കിട്ടിയാലും വീട്ടിൽ കയറ്റിയേ പറ്റൂ, മക്കളല്ലേ. പക്ഷെ ഈ ധാരാളമായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. 50ൽ 50 എങ്ങാനും കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഓടുമായിരുന്നു. നമ്മുടെ ഒരു ഓട്ടമുണ്ട്, ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു ഓട്ടം. അതിൽ 50ൽ കുറഞ്ഞ ഒന്നും, അതായത് നമ്മുടെ പറഞ്ഞ 100% കുറഞ്ഞ ഒന്നും
നമ്മളെ തൃപ്തിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആവുകയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ എൻ്റെ അപ്പനെ പോലല്ല, സ്വർഗത്തിലെ പിതാവ് നമ്മുടെ വിശ്വാസത്തിനാണ് മാർക്കിടുന്നത്. അവൻ വിശ്വാസത്താൽ നമ്മളെ നീതീകരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് നമുക്ക് അവനോട് സമാധാനമുണ്ട്. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് ചെല്ലാം. കാരണം ഈ വിശ്വാസം നമ്മെ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കും എന്ന് നമ്മൾ ഉറച്ചിരിക്കുന്നു. നമ്മുടെ വിളി അതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒന്നാം അധ്യായത്തിന്റെ അവസാന വാക്യം പറയുകയാണ്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. ഇനി രണ്ടാം അധ്യായം തൊട്ടാ പറയുന്നത്, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രത്യാശ എടുത്തു കളയുന്നവർ. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരുപദേശം എന്ന് പറയുന്നത് കൃപയുടെ ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ടീച്ചിങ് ആണ്. നമുക്കറിയാം ഹൈപ്പർ ഗ്രേസ്. ഈ ഹൈപ്പർ ഗ്രേസ് ടീച്ചിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെ? കേട്ടിട്ടുണ്ടാവും. ഈ ഹൈപ്പർ ഗ്രേസ് ദുരുപദേശം നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. അത് ഡെവിൾ നേരിട്ടിറങ്ങി വരുന്നവരെ. ഈ അതികൃപയുടെ ഉപദേശം എന്ന് പറയുന്നത് ഡെവിൾ നേരിട്ടിറങ്ങി വരുന്നു, മനഃപൂർവ്വം വചനം വളച്ചൊടിക്കുന്നു. കൃപ പെരുകേണ്ടതിന് ലംഘനം പെരുകിയെടുത്ത് പാപം പെരുകിയെടുത്ത് കൃപ പെരുകി, ലംഘനം പെരുകിയെടുത്ത് കൃപ പെരുകി, അല്ലേ? ഓക്കെ, പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. എങ്ങനെയാ പാപം പെരുകിയത്? അവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പാപം ചെയ്യും തോറും പാപം പെരുകും, അതനുസരിച്ച് നിങ്ങൾക്ക് കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. അപ്പൊ നമ്മൾ ചെയ്ത് പെരുകിയതല്ല, പാപം ചെയ്ത് പാപം പെരുകിയതല്ല, ഒരു പാപം ഇല്ലെന്ന് വിചാരിച്ചിരുന്ന അപ്പോഴാണ് ന്യായപ്രമാണം ഇടയിലോട്ട് കയറി വന്നിട്ട് പറഞ്ഞ മുഴുവൻ പാപമാ. അങ്ങനെ പെരുകിയത്, പാപബോധം ഉണ്ടായി പെരുകിയതാ. അവിടെയാ കൃപ വ്യാപരിച്ചത്, അല്ലാതെ ചെയ്ത് പെരുകി വ്യാപരിച്ചതല്ല. അവിടെ അങ്ങനെ തന്നെയല്ലേ, വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം പെരുകി വർദ്ധിച്ചു. എങ്ങനെ പാപം പെരുകണം? ചെയ്ത് പെരുകരുത്. പിന്നെയോ ന്യായപ്രമാണം വന്നിട്ട് പെരുക്കണം. ഇതുവരെ ഒരു തെറ്റുമില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ബ്രദറെ എന്ന് പറഞ്ഞു നടന്നവനെല്ലാം ന്യായപ്രമാണം വന്നപ്പം ലംഘനം ഒന്ന് പെരുകിയിട്ട് നിലവിളിക്കാൻ തുടങ്ങി, എൻ്റെ കർത്താവേ ഞാൻ മഹാപാപിയാണ്. അങ്ങനെ എൻ്റെ ലംഘനങ്ങളെ പെരുക്കി കാണിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം കർത്താവ് തന്നതെന്ന് പൗലോസോടെ പറയുന്നത്. അപ്പൊ അവര് ഓപ്പൺലി വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷെ അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് പകരം ന്യായപ്രമാണത്താലാണ് നീതി വരുന്നതെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയാൻ വേണ്ടി ഉണ്ടായി. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? ന്യായപ്രമാണം പാപത്തിന്റെ പരിജ്ഞാനം വരുത്തുന്നെന്നും അതുകൊണ്ട് നമുക്കത് ആവശ്യമാണെന്നും, പാപത്തിന്റെ പരിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് പുത്രന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല എന്നും, ഞാൻ പാപിയാണെന്ന് ബോധ്യമുണ്ട്, എന്നെ രക്ഷിക്കാൻ കർത്താവ് വേണമെന്ന് ഒരാൾക്ക് ബോധ്യം വരുത്താൻ വേണ്ടിയാണ് ദൈവം ന്യായപ്രമാണം തന്നതെന്നും, ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരുത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് ന്യായപ്രമാണം കാണിക്കുന്നതെന്നും മനസ്സിലാക്കാതെ ന്യായപ്രമാണത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നെന്ന് പഠിപ്പിക്കുന്നവര് ഹൈപ്പർ ഗ്രേസിനെ എതിർക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? രണ്ടിടത്തും രണ്ട് എക്സ്ട്രീമിലേക്ക് പോയിട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആ സ്പെഷ്യാലിറ്റി വിട്ടുപോയി, ആ യുണീക്നെസ്. പാപികളോട് തോന്നുന്ന ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റാതായി. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് അതികൃപയുടെ ഉപദേശമായിട്ട് തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. ഇതെല്ലാം സാത്താന്റെ ഓരോരോ തന്ത്രങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പാപികളെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ, വിശ്വാസത്താൽ നീതീകരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ വിട്ട് കളയേണ്ട അവസ്ഥ വന്നു. അപ്പൊ പ്രവൃത്തികളാലുള്ള ഒരു സുവിശേഷം വന്നതോടുകൂടി എല്ലാവരും അവനവനെ നോക്കുമ്പോൾ ഒന്നും ശരിയായിട്ടില്ല, അതോടെ പ്രത്യാശ അങ്ങ് തീർന്നു. പ്രത്യാശ പോയി ഒരു വഴി അതാ. നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കി. ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം സത്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഈ കുറെ നാൾ കണ്ണാടി നോക്കില്ലായിരുന്നു. കണ്ണാടി നോക്കിയ ഉടനെ ആ കണ്ണാടി കാണുന്ന ഞാനുണ്ടല്ലോ എന്നോട് ചോദിക്കും, നീയാണല്ലോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ എന്തിനു കൊള്ളാം ചോദിക്കും. ഇങ്ങനെ ആയി എനിക്ക് കണ്ണാടി നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഐ ആം അൺവർത്തി. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? എനിക്കൊരു കർത്താവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കർത്താവിലാണ് എൻ്റെ വിശ്വാസം. അൺവർത്തി എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ അല്ലാത്ത ഒരൊറ്റ ആൾ പോലും സ്വർഗത്തിൽ ഉണ്ടാവില്ല. അപ്പം എൻ്റെ പിതാവ് തന്നെ എന്നെ അങ്ങനെ ആക്കണം. അവൻ എന്നെ രക്ഷിക്കണം എൻ്റെ സ്വഭാവത്തിൽ നിന്നും,
എന്റെ ബലഹീനതകൾ നിന്നെ രക്ഷിക്കണം. അപ്പൊ ഞാൻ അവൻ എന്നെ രക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ള ധൈര്യമുള്ളതും ഈ ലോകം അല്ല എന്റേതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. So when we are diverted from that real gospel, we fall either into hyper grace or into a work gospel without getting to know the reality of the apostolic truth. Okay. അടുത്ത വാക്യം, കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവരെന്ത് ചെയ്യും? അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്, ഈ മതഭേദങ്ങളെ നുഴയിച്ചെന്ന് പറയുമ്പോൾ ഇവന്മാര് നുഴഞ്ഞു കയറുന്നവരാണ് ഈ ദുരുപദേശക്കാർ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു യേശുവിൻ നാമക്കാരനല്ല, അല്ലല്ല, ഇത് സെബേലിയൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. അതായത് യേശുവിന്റെ നാമത്തിലാണ് അവർ സ്നാനപ്പെടുന്നതൊക്കെ, പക്ഷെ യേശുവിന്റെ നാമക്കാരല്ല. യേശുവിന്റെ നാമക്കാർ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അതായത് അപ്പൊ അവരെന്നെ തർക്കത്തിന് വിളിച്ച് ഞാൻ പോയില്ല എന്ന് പറയുന്ന ഒരു കാരണമാണ്. ഇപ്പൊ ചേസ് എന്ന് പറയുന്ന ഒരാള് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അല്ലെ? പുള്ളി കുറെ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, കുറെയൊക്കെ യൂട്യൂബിലുണ്ട്, കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. നാളെ യൂട്യൂബിൽ എന്താ വരുന്നറിയോ? ചേസും ഇയാളും തമ്മിലുള്ള ഡിബേറ്റ്. അപ്പോ എന്റെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഇതും കേൾക്കും. ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുവാണ് നമ്മുടെ ഇടയിൽ. ആ പുള്ളിയുടെ നാട്ടിൽ പുള്ളിക്ക് അക്സെപ്റ്റൻസ് കിട്ടിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അനാവശ്യമായ ഒരു ഇൻട്രൂഡറിനെ എന്റെ സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരിക്കും ഞാൻ ചെയ്യുന്നത്. പിന്നെ പിശാചിന്റെ ക്രാഫ്റ്റിനെസ് കാരണം ചിലപ്പോൾ അയാൾ വാക്സാമർത്ഥ്യം കൊണ്ട് വശീകരിച്ചാൽ, ചിലപ്പോൾ അയാളുടെ ആശയങ്ങളെല്ലാം പൊട്ടത്തരമാണെങ്കിൽ, വെറും പൊട്ടത്തരം പറഞ്ഞ ആൾക്കാര്, നിങ്ങൾ ആലോചിക്കുക, പച്ച വ്യാജം പറഞ്ഞാലും വിശ്വസിപ്പിക്കാൻ പറ്റും ആളുകളെ. നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് നോക്കിയാൽ അറിയാം നിങ്ങൾ പൊതുവെ എന്തൊക്കെയാ കണ്ടോണ്ടിരിക്കുന്നത്, അല്ലെ? മനസ്സിലായി ഞാൻ പറഞ്ഞെന്താന്ന്? ഇപ്പൊ നിങ്ങൾ പ്രസംഗം മാത്രം കേൾക്കുന്നവരാണെങ്കിൽ സജസ്റ്റഡ് വീഡിയോസ് എന്ന് പറയും, മുഴുവൻ പ്രസംഗങ്ങളായിരിക്കും വരുന്നത്. ഞാൻ ഈ അടുത്തയിടെ അമേരിക്കയിലെ ഇലക്ഷനെ കഴിഞ്ഞപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ട്വീറ്റ് നോക്കി ഏതോ യൂട്യൂബിൽ. പിന്നെ മുഴുവൻ വരുന്ന ഇലക്ഷൻ മുഴുവൻ ഫ്രോഡാണ്, അതാണ് പറയണ്ട മൊത്തം. എനിക്ക് അതെല്ലാം ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഇത് വായിക്കുന്നവരെല്ലാം അതങ്ങനെ ഫ്രോഡാണ്, കണ്ടോ, അവർക്ക് തെളിവ് കിട്ടി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി മറ്റവര് തെളിവില്ല എന്നുള്ളൊരു വീഡിയോ കണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെല്ലാവരും കൂടെ തെളിവില്ല എന്നുള്ള എന്റെ വീഡിയോ വന്നിട്ട് അങ്ങനെ പതുക്കെ നമ്മൾ ഒരു സൈഡിൽ ചിന്തിക്കണം. ഇനി എന്ത് സംഭവിക്കുന്നറിയോ? ഇയാളെ നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ, ഇയാളുടെ പേരിലുള്ള എല്ലാ ഡ്യൂക്കിലി വീഡിയോകളും നമ്മുടെ ഈ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി വെക്കും പിശാച്. തന്ത്രം അതാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് അനാവശ്യമായ പോപ്പുലാരിറ്റി വല്ലവർക്കും കൊടുക്കുന്നത്? പുള്ളി എന്നെ കുറെ ചീത്ത വിളിച്ചു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എന്റെ സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ വരില്ല. കാരണം നിങ്ങൾ സത്യം അറിയാൻ വേണ്ടിയല്ല, വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതായിരുന്നു എന്റെ. ഈ മതഭേദങ്ങളെ നുഴയിച്ച കയറ്റുന്നത് ഏതാ? പിന്നെ ഞാൻ പറഞ്ഞു, തൃത്വത്തെക്കുറിച്ചല്ലേ നിങ്ങൾക്ക് സംശയം? അതിനെക്കുറിച്ച് ചേസ് മറുപടി വരേണ്ട കാര്യമില്ല. കാരണം ചേസ് അല്ല തൃത്വം സ്ഥാപിച്ച ആള്. ഇഷ്ടംപോലെ തിയോളജിയന്മാരും ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ഓൾറെഡി സ്ഥാപിച്ച ഒരു കാര്യം നിങ്ങൾ എന്നോട് എന്തിനാണ് തർക്കിക്കുന്നത്? ഹൂവാമായി. ഇനി ഞാനൊരു ദുരുപദേശവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഞാൻ എന്റെ ഒരു ഉപദേശം സ്ഥാപിച്ചിട്ട് വന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, ഉത്തരം പറയണം. പക്ഷെ ഞാൻ എന്റെ ഒരു ഉപദേശം സ്ഥാപിച്ചിട്ടില്ലല്ലോ. ലോകത്തുള്ള എല്ലാ സഭകളും നിങ്ങൾ ഏതെങ്കിലും തിയോളജിനെ പറ്റി എന്നെ വെറുതെ വിട്ടേക്കാം. Because I don't have to prove Trinity, because it's already a proven doctrine. Okay, ഒരു നിമിഷം എന്റെ ഒരു മെമ്മറി ലോസ് ഉണ്ടായാൽ, ലാപ്സ് ഉണ്ടായാൽ, എന്റെ വാക്കിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇവരാ യൂട്യൂബിൽ മുഴുവൻ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. Why should I throw myself into that dirt? നമ്മുടെ ആൾക്കാരല്ലേ ഈ ഷിബു പിടിയേക്കലിനെ പോലെ, പേരാദ്യമായിട്ട് പരാമർശിക്കുന്ന ഒരാളുടെ ആൾക്കാരെ പ്രശസ്തരാക്കിയത് ആരാ? പോയി ഡിബേറ്റ് ചെയ്യും. നമ്മൾ ഒരവസരം കിട്ടുന്നതെല്ലാം പോയി ഡിബേറ്റ് ചെയ്യുമല്ലേ. ഡിബേറ്റ് ചെയ്യുമ്പോഴേക്കും ആള് നമ്മുടെ ഇടയിലൊന്ന് പ്രശസ്തനാവുക. സോ വി നീഡ് ടു ബി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സാത്താന്റെ ക്രാഫ്റ്റിനെസിനെ കുറിച്ച് വളരെ അപ്പൊ നമ്മൾ വിചാരിക്കും, അയാൾ പറയുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ബ്രദറെ? നിങ്ങൾക്ക് പറ്റിയതായിരിക്കും, പക്ഷെ എന്ത് വേണമെങ്കിലും വിശ്വസിക്കാൻ റെഡി ആയിട്ടുള്ള കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്.
ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മതഭേദങ്ങളെ നുഴയിച്ച് കയറ്റും ആൾക്കാർ. അന്ത്യകാലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. നമ്മുടെ ന്യൂട്രൽ ചിന്താഗതി അവർ തകർത്ത് കളയും. നമുക്ക് പിന്നെ നമ്മുടെ ചിന്തകൾ വരത്തില്ല. ഈ വീഡിയോ ഒരു പ്രാവശ്യം കേട്ടു നോക്കിയേ, പുറകെ 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 പതുക്കെ പതുക്കെ നമ്മൾ അവന്റെ ചിരിയിൽ ആകർഷണനാവും. എന്ത് സൗമ്യമായിട്ടാ ബ്രദറെ സംസാരിക്കുന്നത്, വചനമൊക്കെ കാണാപ്പാടോ, പറയുന്നത് ശരിയായിരിക്കും അല്ലേ, ആ അതെ. അല്ല പിന്നെ പിശാച് എന്നാ കൊമ്പും മാലോട്ട് വരും നിങ്ങൾ വിചാരിച്ചോ? അവൻ ദൂതൻ ദൈവദൂതനെ പോലെ വരുള്ളൂ. എന്ത് മര്യാദക്കാരനായിരിക്കുന്നറിയോ? ഡിസെപ്റ്റീവ് ഫ്രണ്ടായിട്ട് അവൻ വരുള്ളൂ. അതുകൊണ്ടല്ലേ യൂദാ കാണിച്ചു കൊടുത്തത്. അവൻ പിശാചെന്നല്ലേ പറയുന്നത്. ഉമ്മ വെച്ചല്ലേ യേശുവിനെ ഒറ്റ കൊടുത്തത്. ഹി കെയിം ആസ് എ ഫ്രണ്ട് ആൻഡ് ആന്റി ക്രൈസ്റ്റ് വിൽ കം ഓൺലി ആസ് എ ഫ്രണ്ട്. ഡോണ്ട് ഫോൾ ഇൻ ടു ദാറ്റ് ട്രാപ്പ്. അവർ മതഭേദങ്ങളെ നുഴയിച്ച് കയറ്റും, സൂത്രത്തിൽ കയറ്റും. 10 നല്ല കാര്യങ്ങൾ പറയും, ഒരു തെറ്റായ കാര്യം പറയും. അപ്പൊ നമ്മൾ പറയും, എന്റെ ബ്രദർ അയാൾ പറയുന്ന ബാക്കിയെല്ലാം ശരിയാ ബ്രദർ, ഈ ഒരു കാര്യം മാത്രം തെറ്റുള്ളൂ, അത് നമുക്കറിയാലോ തെറ്റാന്ന്, നമ്മളത് അനുസരിക്കാതിരുന്നാ പോരെ. ആ, അത് മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കള്ളനോട്ട് ചെലവാക്കുന്ന എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ? നമ്മൾ ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലുള്ള ഒരു ബാങ്ക്, ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ. 4ലും 5ലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക്, അല്ലെ 5, 6 വയസ്സുള്ള പിള്ളേർക്ക് പൈസ വെച്ച് കളിക്കാൻ വേണ്ടിയുള്ള നോട്ടുണ്ട്. അത് കണ്ടാൽ ഒരു സൈഡ് 5 രൂപ നോട്ടൊക്കെ പോലെ ഇരിക്കുമെങ്കിൽ അപ്പുറത്ത് വേറെ ചുമ്മാ പ്ലെയിൻ പേപ്പർ ആയിരിക്കും. ചിൽഡ്രൻസ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാ പേര്. ഓക്കെ, ഇത് വെച്ച് നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? പറ്റുമല്ല. അപ്പം ഒരു മുസ്ലിമിന് വന്നിട്ട് മുഹമ്മദ് നബിയാണ്, യേശുക്രിസ്തു അല്ല കർത്താവിന്റെ അവസാനത്തെ പ്രവാചകൻ, അവൻ പറയുന്ന കേൾക്കേണ്ടത് നിങ്ങൾ പറ്റിക്കപ്പെടുവോ? പറ്റിക്കപ്പെടുകയില്ല. 1, 2 പേരൊക്കെ. അതേസമയം നിങ്ങൾ വിഗ്രഹങ്ങളെ വണങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നാൽ നിങ്ങൾ പറ്റിക്കപ്പെടും. ഞാൻ എതിർ ക്രിസ്തുവാണ്, നിങ്ങൾ എല്ലാവരും എന്നെ വണങ്ങിക്കൊള്ളാൻ പറയും, നിങ്ങൾ ജീവനുണ്ടെ വണങ്ങുമോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളെ പറ്റിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2000 രൂപ നോട്ട് പോലെ തന്നെയുള്ള 2000 നോട്ട് അടിക്കും. എങ്ങനെ നോക്കിയാലും 2000 നോട്ടായിരിക്കും. ഒരു മിസ്റ്റേക്ക് മതി കള്ളനോട്ടവൻ. അടിസ്ഥാന വേദോപദേശങ്ങളിൽ ഒരു മായം കലർന്നാൽ അത് നമ്മുടെ ജീവിതത്തിലെ വിശദീകരണത്തെ മുഴുവൻ ബാധിക്കും. അതുപോലെയാണ് അപ്പോസ്തലിക ഉപദേശം സ്ഥാപിക്കപ്പെടുകയും അതിൽ നിലനിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രത്യാശയുടെ പൂർണ്ണ ഓട്ടം ഓടാൻ പറ്റുള്ളൂ. അത് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ മതഭേദങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ നുഴയിച്ച് കയറ്റുമെന്ന് പറയുന്നത് അന്ത്യകാലത്ത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഓക്കെ, ദുഷ്കാമ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഷ്കാമ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാമം എന്ന വാക്ക് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ്. കാമം എന്ന വാക്ക്, അതിനർത്ഥം ശരിക്കും നമ്മുടെ സെൻസിന് ഈ ലോകത്തോട് തോന്നുന്ന ഒരു അട്രാക്ഷനാണ്. അതായത് ഈ ലോകത്തോട് തോന്നുന്ന കാമ, ക്രോധ, ലോഭമോഹാദികൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് പാഷൻസിനെ കുറിച്ചാണ് ശരിക്കും അത് ആ വാക്ക് ഉപയോഗിക്കുന്നത്, പാഷൻസിനെ കുറിച്ച്. ഓക്കെ, അപ്പോ അതിനെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ഓക്കെ, അപ്പോൾ വാണിഭമാക്കുന്നവർ, വാണിഭം എങ്ങനെ ആക്കുന്നത്? നമ്മുടെ ശുശ്രൂഷകളെ വാണിഭമാക്കുന്നവർ. അവരുടെ മേൽ പൂർവ്വകാലം മുതൽ കർത്താവ് കരുതി വെച്ചിരിക്കുന്ന ഒരു ന്യായവിധി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇല്ലസ്ട്രേഷൻ ആയിട്ട് ഇതിനെ കാണാം. പൂർവ്വകാലം മുതൽ ഈ വ്യാപാരങ്ങളുടെ മേൽ, മാനുഷിക വ്യാപാരങ്ങളുടെ മേൽ ദൈവത്തിന് ന്യായവിധി ഉണ്ട്. നമുക്കറിയാം, അന്ത്യകാലത്ത് മഹദിയാം ബാബിലോണിനെ കുറിച്ചുള്ള ഒരു പ്രൊഫസി വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. അവിടെ വ്യാപാരവും ധനത്തിന്റെ പരിപാടികളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും 2 നഗരങ്ങളുടെ കഥയാണ് ബൈബിൾ. എ ടെയിൽ ഓഫ് 2 സിറ്റീസ്. ചാൾസ് ഡിക്കൻസിന്റെ നോവലല്ല, ടെയിൽ ഓഫ് 2 സിറ്റീസ്. വൺ ഈസ് ജെറുസലേം ആൻഡ് അതർ ഈസ് ബാബിലോൺ. നിങ്ങൾ ഒന്നുകിൽ യെരുശലേമിൽ ചെന്ന് ചേരും, അല്ലെങ്കിൽ ബാബിലോണിലേക്കായിരിക്കും. അതെങ്ങനെ തീരുമാനിക്കപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വ്യാപാരങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഫെയ്ത്ത് ആണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്തിലേക്കാണ് ഓടുന്നത്? ഏത് പട്ടണത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് രാവിലെ ഓടിയത്? നാളെ എങ്ങോട്ടാണ് ഓടാൻ പോകുന്നത്?
ഇന്ന് ആത്മീകം തന്നെ ബാബിലോണിന്റെ ഒരു പരിച്ഛേദമാണ്. ഇവിടെ ജയിക്കുന്നത് വ്യാപാരമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലത്ത് ഈ ദുഷ്ടലോകത്തിന്റെ ആത്മാവിനെതിരെ നിൽക്കാൻ, പിശാചിന്റെ വഞ്ചനകളെ തിരിച്ചറിയാൻ, അവന്റെ ട്രിക്സ് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം നോക്കിയാൽ മതി, എത്ര പ്രാവശ്യമാണ് നമ്മുടെ ട്രിക്ക് ചെയ്തെന്നുള്ള കാര്യം. പക്ഷെ ദൈവത്തിന്റെ കരുണയാലാണ് നമ്മൾ ആ ട്രിക്കുകളെ അതിജീവിക്കുന്നത്. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് സേറ്റൻ ഈസ് ഡൂയിങ് ഇൻ ദ എൻഡ് ടൈംസ് ഇൻ ദ ചർച്ചസ്. ആ വ്യാപാരത്തെ ജയിക്കാൻ അവളെ വിട്ട് ഓടുവിൻ എന്നാണ് ആ മഹതിയാം ബാബിലോണിനെ കുറിച്ചുള്ള, അവളെ വിട്ട് ഓടുവിൻ. അപ്പൊ അന്ത്യകാലത്ത് കർത്താവ് നമ്മുടെ സഭകളെ ശോധന ചെയ്യുമ്പോൾ, കർത്താവിന്റെ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, അവന്റെ ഇവാലുവേഷന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ബാബിലോണിന്റെ, നിക്കോലേവിയരുടെ അധർമ്മത്തിന്റെ ഭാഗത്തായി പോകാതിരിക്കുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കുവാൻ, കർത്താവ് വന്നില്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഓരോ നിമിഷവും കാത്തിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ മുന്നറിയിപ്പുകൾ നമുക്ക് ഗൗരവമായിട്ട് എടുക്കുവാനും, നമ്മുടെ സഭകളിൽ അപ്പോസ്തലിക ഉപദേശം പഠിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ ഉറപ്പുണ്ടാകുവാനും, കൃപാവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കപ്പെടുവാനും, ശുശ്രൂഷകൾ വളരുവാനും എല്ലാം വേണ്ടി അന്ത്യകാലത്ത് ഇരുട്ടുള്ളിടത്ത് വെളിച്ചമായി നിൽക്കുന്ന ഒരു സഭയായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായി മാറിയാൽ ആ ഇരുട്ട് എത്ര വലുത് എന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു. നമ്മളാണ് വെളിച്ചം, നമ്മളാണ് സാക്ഷികൾ. ദൈവം നമ്മെ ആ സാക്ഷ്യത്തിൽ നിലനിർത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ വാർണിങ്സിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ എത്രയോ സൂക്ഷിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. എങ്കിലും കർത്താവെ, ഞങ്ങളല്ല, ഞങ്ങളുടെ ബുദ്ധിയല്ല, അവിടുത്തെ ആത്മാവാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അവിടുത്തെ ആത്മാവാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആ അഭിഷേകം ഞങ്ങളുടെ മേലുള്ളതിനായിട്ട് സ്തോത്രം. ക്രിസ്തുവിന്റെ അഭിഷേകം ഞങ്ങൾ വസിക്കുന്നതിനായിട്ട് സ്തോത്രം. അഭിഷേകം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഓരോ ചതിയെയും ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, സഭയെ അവിടുന്ന് പണിയണമേ, സൂക്ഷിക്കണമേ. വ്യാപാരങ്ങളിൽ നിന്ന്, ബാബിലോണിയ വ്യാപാരങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവെ, കച്ചവടം ചെയ്യപ്പെടുന്ന ശുശ്രൂഷകൾ കർത്താവെ ഈ നാളുകളിൽ ദൈവമേ അനേകരെ ചതിക്കുമ്പോൾ, കർത്താവെ അങ്ങയുടെ ആത്മാവ് അനേകം ആളുകളെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ. ആർക്കെങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ സമയത്ത് ചോദിക്കാനുള്ള അവസരമുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രത്യേകിച്ച് അതിന്റെ ആൻസർ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞു തരും. 6 ചോദ്യങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 6 ചോദ്യങ്ങൾ. അത് വളരെ വിശദമായ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ്. ഇന്നത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം എന്നുള്ളതല്ല, ഇന്നത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ആദ്യം 1, വാട്ട് അബൌട്ട് മെന്ററിംഗ് ലൈക്ക് പോൾ ടു തിമോത്തി ആൻഡ് പീറ്റർ ടു മാർക്ക്? വാട്ട് ഈസ് നൗഡേയ്സ് പീപ്പിൾ ടീച്ചിങ് അബൌട്ട് ഇംപാർട്ടേഷൻ? ഈസ് ഇറ്റ് ബിബ്ലിക്കൽ? അതായത് നമുക്ക് വിശ്വാസികളെ മെന്റർ ചെയ്യുക, അതാണ് ശരിക്കും ഇടേണ്ട പണി എന്ന് പറയുന്നത്. മെന്ററിങ് ആണ്. ഇപ്പോൾ നമ്മുടെ ചർച്ചിൽ ഒരു ആളെ കാണുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സഭയ്ക്ക് ആളെ കുറിച്ചൊരു നിയോഗം ഉണ്ടാവും. ഇന്ന ആരെ കുറിച്ച് കർത്താവ് ഒരു കാഴ്ച കാണുന്നുണ്ട്. അതാണ് പ്രൊഫറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. പ്രൊഫറ്റ്സ് കാണിച്ചു തരും, ഈ മനുഷ്യൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ള ആളാണ്. അപ്പൊ ഇടയൻ അതിന് മുൻകൈ എടുത്തിട്ട് ആ ശുശ്രൂഷയ്ക്കായി അവനെ ഒരുക്കാൻ വേണ്ടി അവനെ മെന്റർ ചെയ്യും. അതുപോലെ ഒരു യൗവനക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, ബലഹീനനായ ഒരു മനുഷ്യൻ സഭയിൽ വരുമ്പോൾ അവനെ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വളർത്താനും വേണ്ടി നടത്തുന്ന ശുശ്രൂഷകളെയാണ് മെന്ററിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് പ്യൂർലി ബിബ്ലിക്കൽ ആൻഡ് ദാറ്റ്സ് വാട്ട് ഷെപ്പേഡിങ് മീൻസ്. മെന്ററിങ് ഈസ് പാർട്ട് ഓഫ് ഷെപ്പേഡിങ്. നമ്മളിപ്പോൾ ഒരു സഭയുടെ പാസ്റ്റർ അല്ലെങ്കിൽ പോലും നമുക്ക് മെന്റർ ചെയ്യാൻ ചിലപ്പോൾ ദൈവം ആളുകളെ തരും. 1-2 സഹോദരങ്ങൾ നമ്മളായിരിക്കും മെന്റർ ചെയ്യുന്നത്. അവർ നമ്മൾ പറഞ്ഞാലേ ചിലപ്പോൾ കേൾക്കുള്ളൂ. കാരണം നമ്മളൊരു ബന്ധമുള്ള ആളുകളായിരിക്കും എന്തെങ്കിലും ഒരു കാരണവശാൽ, അല്ലെങ്കിൽ ദേ മേ ട്രസ്റ്റ് us വിത്ത് ദർ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ഒരു ബലഹീനരായി കാണുമ്പോൾ അവരെ മെന്റർ ചെയ്ത് ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിനെയാണ് ആ വാക്കുകൊണ്ട്, ഷെപ്പേഡിങ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെന്ററിങ് ഈസ് പാർട്ട് ഓഫ് അവർ ഷെപ്പേഡിങ് മിനിസ്ട്രി. എന്നാൽ ഇംപാർട്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ദുരുപദേശമാണ്. ഇംപാർട്ടിങ് ഹൂസ് ലൈഫ്?
We always believe that the life is imparted by the Holy Spirit. Only Holy Spirit can impart life. അത് ക്രിസ്തുവിന്റെ ജീവനാണ്. I cannot impart my life to you. പക്ഷെ എനിക്ക് വേണമെങ്കിൽ കർത്താവ് പോകുന്ന വഴി അതാന്ന് ഞാൻ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാം, നിങ്ങൾ ഞാൻ എങ്ങനെയാണോ യേശുവിന്റെ പിന്നാലെ നടക്കുന്നത് അതുപോലെ നിങ്ങൾ എന്നെ അനുകരിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കാൻ പറയും. അതാണ് അനുകരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സി ബി ലൈക്ക് മീ എന്ന് പറയുന്നത് നോട്ട് ബ്രഷ് യുവർ ടീത്ത് ലൈക്ക് ഐ ബ്രഷ് ഓർ സ്പീക്ക് ലൈക്ക് ഐ സ്പീക്ക്, അങ്ങനൊന്നുമല്ല. ഞാൻ എങ്ങനെയാണോ എന്നെ തന്നെ ത്യജിച്ച് ക്രൂശുമെടുത്ത് കർത്താവിന്റെ പിന്നാലെ പോകുന്നത്, അത് ഞാൻ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യാനല്ല പറയുന്നത്. ക്രിസ്തുവിനെ പ്രാപിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന വഴി, ആ വഴിയെ നിങ്ങൾക്കും വരാൻ പറ്റുള്ളൂ. ആ വഴിയെ തന്നെ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. ഇതാണ് മെന്ററിങ് അല്ലെങ്കിൽ പ്രോംപ്റ്റിങ് അല്ലെങ്കിൽ ഗൈഡിങ് എന്നൊക്കെ പറയും. പക്ഷെ ഇമ്പാർട്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. ഇമ്പാർട്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ജീവിതം ജീവിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്നിട്ട് എൻ്റെ ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ആ ജീവിതം തരുന്നു ബൈ ടീച്ചിങ് ആൻഡ് ബൈ വർക്കിംഗ് വിത്ത് യു. ദാറ്റ് മീൻസ് I am imparting my convictions to you. Like, for example, I don't believe in a particular thing and I make you also not believe in that particular thing. എന്ന് പറഞ്ഞാൽ ഇന്നൊരു കാര്യം ഞാൻ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നില്ല, ഇപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ചു, അപ്പൊ എന്റെ 2 പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വെജിറ്റേറിയൻ. ഇതിനെയാണ് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. അത് ഈ ഗുരു കൾട്ടിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഗുരു കൾട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ആ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടെന്ന് ഞാൻ പറയാൻ കാരണം. നമുക്ക് അനുഗമിക്കാൻ ഒരു ഗുരുവേ ഉള്ളൂ, ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ലൈഫാണ് നമ്മളിലേക്ക് ഇമ്പാർട്ടഡ് ആകേണ്ടത്. വേറെ ആരുടെ ലൈഫ് കൊണ്ടും പ്രയോജനമില്ല. ഓക്കെ, ബട്ട് വി നീഡ് മെന്റേഴ്സ്. ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളും പലപ്പോഴും പലരെയും മെന്റർ ചെയ്യേണ്ടി വരും. ഏലിയാവിന്റെ ഇരട്ടി പങ്ക് ആത്മാവിനെ ഏലീശാക്കിയിട്ട്, അത് പഴയ നിയമത്തിൽ ശരിയാണ്, ശുശ്രൂഷയിലാണ് അഭിഷേകം. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാവരും അഭിഷിക്തരാണ്. ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മുടെ മേലെല്ലാം ഉണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ അഭിഷേകം നമുക്ക്, ഏലിയാവിന്റെ അഭിഷേകം ഏലീശായി കിട്ടിയത്, പക്ഷെ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷേകമാണ്. ഈ ക്രിസ്തുവിന്റെ അഭിഷേകമാണ് നമ്മുടെ മേലുള്ളത്. അതെല്ലാവരും അവന്റെ ശരീരത്തോട് എന്താ അഭിഷേകം എന്ന് പറയുന്നത്? എങ്ങനെയുണ്ടത്? തല ക്രിസ്തുവും നമ്മൾ അവന്റെ ശരീരത്തിൽ അവയവങ്ങളുമായതുകൊണ്ട് തലയുടെ മേലൊഴിക്കുന്ന സുഗന്ധ തൈലം, അഭിഷേക തൈലം, വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് ഒഴുകുന്ന അഹ്റോന്റെ താടിയിലേക്ക് ഒഴുകുന്ന വിശേഷ തൈലം പോലെയാണ് അനോയിന്റിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ശരീരത്തെ മുഴുവൻ കവർ ചെയ്യുന്നതാണ് അനോയിന്റിങ്. ഇപ്പൊ ഒരു മനുഷ്യന്റെ അനോയിന്റിങ് ആണ് നിങ്ങളെ കവർ ചെയ്യുന്നെങ്കിൽ പ്രോബ്ലം അയാളാണ് നിങ്ങളുടെ ക്രിസ്തു എന്നാണ്. ഒരു സഭയിലെ പാസ്റ്ററാണ് നിങ്ങളുടെ തലയെങ്കിൽ ആ തലയുടെ മേൽ വീണ അഭിഷേകത്തിന്റെ അവയവങ്ങളുടെ ഭാഗമാണ് നിങ്ങൾ. ആ അഭിഷേകമാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ക്രൈസ്റ്റ് ഈസ് നോട്ട് എനി ലോങ്ങർ യുവർ ഹെഡ്. തലയിൽ ആരുടെ തലയിൽ അഭിഷേകം വീഴുന്നത്? പാസ്റ്ററുടെ തലയിൽ. You are protected by that anointing. It means you are part of his body. And many believers are today like the pastor's organs. Pastor is also like Christ, a servant. പക്ഷേ he has an authority, of course. കാരണം ദൈവം നിങ്ങളുടെ ആത്മാക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സെർവൻസ് ആണ് അവര്. അവർക്ക് അതോറിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ആത്മീയ കാര്യങ്ങളിൽ. ബട്ട് they cannot cover you with their anointing. No way. അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ നടക്കുക. നമുക്ക് ലൈഫ് പഠിപ്പിക്കാൻ പോലും എന്റെ ലൈഫ് പഠിപ്പിച്ച എന്തിനു കൊള്ളാം? ഞാൻ ക്രിസ്തുവിന്റെ ലൈഫാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എന്റെ ലൈഫല്ല. അതുകൊണ്ടാണ് പത്യോപദേശം ആവശ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ മോറൽ ടീച്ചിങ് നടത്തിയാൽ പോരെ? മോറൽ ടീച്ചിങ് കൊണ്ട് നടക്കുകയില്ല. കാരണം ഞാൻ ക്രിസ്തുവിന്റെ ജീവൻ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കും മോറൽ ടീച്ചിങ് ഉണ്ട്. എന്റെ ജീവിതം പഠിപ്പിക്കാൻ മോറൽ ടീച്ചിങ് മതി. നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ, അത് മതിയായിരുന്നു. പക്ഷെ നമ്മളോട് ക്രിസ്തുവിന്റെ ജീവൻ പഠിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് മോറൽ ടീച്ചിങ് പോരാ. നമുക്ക് ആ ഉപദേശ രൂപം തന്നെ പ്രസംഗിക്കണം. അല്ല നമ്മൾ കർത്താവിന്റെ അടുത്തോട്ട് എത്തില്ല. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു ഡിസെപ്ഷൻ ആട്ടോ. സോ വി നീഡ് ടു ബി ഡബ്ലി അവെയർ ഓഫ് പീപ്പിൾ ഹു ക്ലെയിം ടു ബി മീഡിയേറ്റേഴ്സ്. ഐദർ വേ
as a teaching mediator means, Guru who imparts his life to you, and also people who believe in covering theology, who believe your pastor's anointing will protect you. And if you question your pastor, the pastor may not cover you with his anointing, and you may suffer losses. Okay, you may encounter difficulties in your life. ഇതൊക്കെ ദുരുപദേശങ്ങളാണ്. കാരണം നമ്മൾ കർത്താവിന്റെ കയ്യിലിരിക്കുന്നവരാണ്. അതാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്തിനെ എടുത്തു കളഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാം ഈ വിശ്വാസികൾ ഒരു പരിധി കൂടുതൽ വളരില്ല. നിങ്ങൾ ഏതെങ്കിലും ചർച്ച കാണുന്നുണ്ടോ സഹോദരങ്ങളെ? ഈ സിംഗിൾ ലീഡർഷിപ്പ് ഉള്ള ചർച്ച, അതായത് ഇങ്ങനെയുള്ള മഹാപവറുള്ള പാസ്റ്റർമാര് ഇരിക്കുന്ന ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ഒരു വിശ്വാസി ഈ പാസ്റ്ററെ പോലെ വളരുന്നുണ്ടോ? പാസ്റ്റർ മുകളിൽ വരുമോ? വരില്ല. കാരണം they will always be less than the pastor. പാസ്റ്ററിന് 99 വയസ്സായാലും he will be the man. കാരണം വേറൊരാൾക്ക് അനോയിന്റിങ് ഇല്ല. ഇയാളുടെ കവറിങ്ങിലാണ് അയാൾ മരിക്കുന്നവരെ ബാക്കി എല്ലാവരും ഇരിക്കുന്നത്. ഇത് പൈശാചികമാണ് ശരിക്കും, നോട്ട് ഗോഡ്ലി. ഓക്കെ, അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെടില്ല കേട്ടോ, ഒരിക്കലുമില്ല. നമുക്ക് പൂർണ്ണമായ പ്രവേശനം കർത്താവിന്റെ രക്തത്താൽ അവിടെ ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ക്രൂശ് അതിനുവേണ്ടിയായിരുന്നു. അവന്റെ രക്തം നമുക്ക് പാനീയാഗമായി നമുക്ക് പകരം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടന്ന് അവൻ അവിടെ അർപ്പിച്ച ആ രക്തത്തെ കവർ ചെയ്ത് പോകാൻ ഒരാൾക്കും കഴിയില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പം ആ കൃപാസനത്തിലേക്ക് കടന്നു നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ഒന്നും തടയാനൊന്നും ഇല്ല. കാരണം തടയുന്നത് എങ്ങനെയാ? ഇതിന് ഇടവഴിയൊന്നും ഇല്ല, പണ്ടത്തെ പോലെ ഗ്യാപ്പും ഇല്ല. നമ്മൾ നേരെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോഴേക്കും നമ്മൾ കൃപാസനത്തിന് മുമ്പിലാണ്. പിന്നെ എങ്ങോട്ട് പ്രാർത്ഥന കൊണ്ടുപോകാനാ? ഈ കൃപാസനത്തിന് മുമ്പിലേക്ക് കടക്കണം നമ്മൾ വിശ്വാസത്താൽ. അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കേണ്ടി വരും. പാഴ്ശിരായത്തിന്റെ പ്രഭു തടയുമായിരുന്നു പണ്ട് കർത്താവ് ക്രൂശിൽ മരിക്കുന്നവരെ. പക്ഷെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ സകല അധികാരങ്ങളെയും ആയുധോർഗം വെപ്പിച്ചു, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പിന്നെ എന്താ? പിന്നെ നിങ്ങൾ അവന്റെ ശക്തിയും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ആ ശക്തിയും പറഞ്ഞു നടക്കുമ്പോൾ ക്രൂശിനെ നമ്മൾ നിഷേധിക്കുകയും ക്രിസ്തുവിനെ അബലനാക്കുക ചെയ്യും. ക്രിസ്തുവിനെ ശക്തൻ എന്ന് പറയുന്നതിന് പകരം അവന്റെ ശത്രുവിനെ ശക്തൻ എന്ന് പറയും. വാട്ട് എ ഹൊറിബിൾ ട്രാജഡി. ഓക്കെ, ഇനി ഏരിയയുടെ ഡബിൾ പോർഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും എബ്രായ ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ചോദ്യം. വാട്ട് ഈസ് എബ്രഹാംസ് ബ്ലെസ്സിങ്സ് ദാറ്റ് വി റിസീവ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്? ഈസ് ഇറ്റ് മെറ്റീരിയൽ ആർ സം പ്രീച്ച്? മെറ്റീരിയൽ അല്ല, ഒരിക്കലും അല്ല. എന്നാൽ മെറ്റീരിയൽ ഉണ്ട്, അത് വരാൻ പോകുന്ന രാജ്യത്തിലാണ്. രാജ്യത്വമുണ്ട് അതിനകത്ത്, ക്രിസ്തുവിന്റെ രാജ്യത്വമുണ്ട്. ക്രിസ്തുവിന്റെ രാജ്യം ഇപ്പോൾ ഐഹികമല്ല, പക്ഷെ ഐഹികമായ റെവലേഷൻ നമുക്ക് പിന്നീടുണ്ട്. ഇപ്പൊ നമ്മൾ തേജസ്സോടെ ഇതിന്റെ മേലെല്ലാം അധികാരമുള്ളവരായി മാറും. ഇപ്പൊ എബ്രഹാമിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഫിസിക്കൽ മെറ്റീരിയൽ ഫുൾഫിൽമെന്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് ഇൻ ദിസ് പെരിഷിംഗ് വേൾഡ്. ദൈവം കൈപ്പണിയെ പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരം വരുമ്പോഴാണ് നമുക്ക് ആ വാഗ്ദത്തങ്ങൾ പൂർണ്ണമാകും. എബ്രഹാമിന്റെ വാഗ്ദത്തം അങ്ങനെയാണ് പൂർണ്ണമാകുന്നത്. എബ്രഹാമിനുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തം പൂർണ്ണമാകുന്നത് അവിടെ നിഴലുകളായിട്ട് എബ്രഹാം പലതും പ്രാപിച്ചായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ ഉള്ളിൽ മനസ്സിലായിരുന്നു ഇതല്ല വാഗ്ദത്തം. അപ്പൊ ശരിക്കുള്ള വാഗ്ദത്തം വരാനുള്ളതാണെന്ന് എബ്രഹാം അറിഞ്ഞതുകൊണ്ട് അവൻ കൂടാരങ്ങളിൽ പാർത്തു. അവനോട് ശാശ്വതമായി ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല? അവൻ വേന ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അവൻ ഉദ്ധാരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു വലിയൊരു പുനരുത്ഥാനത്തിന് വേണ്ടി. ഇപ്പൊ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ എന്ത് അനുഗ്രഹത്തെയാണ് അവർ നോക്കി പാർത്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ അപ്പോളജറ്റിക്സ് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ സയൻസ് ഓഫ് ഡിഫെൻഡിങ് അവർ ഫെയ്ത്ത് എന്നാണ്. അപ്പോളജറ്റിക്സിന് ഓപ്പോസിറ്റ് ആണ് പോളമിക്സ് എന്ന് പറയുന്നത്. പോളമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി അറ്റാക്ക് അതർ ഫെയ്ത്ത്സ്. പക്ഷെ അപ്പോളജറ്റിക്സ് ഈസ് ഓൾവേസ് അബൌട്ട് ആൻസറിങ്, നോട്ട് അബൌട്ട് ക്വസ്റ്റ്യനിങ് അതേഴ്സ്, ബട്ട് അബൌട്ട് ആൻസറിങ്. അപ്പൊ എന്തിനാണ് ഈ ഉപദേശ രൂപങ്ങൾ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ബി ഏബിൾ ടു ആൻസർ ക്വസ്റ്റ്യൻസ് ബൈ അതേഴ്സ്. ഇപ്പൊ ചർച്ചാണ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ പിള്ളേരെല്ലാം അറിഞ്ഞിരിക്കണം എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന വിശ്വാസം. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ തർക്കിക്കാൻ വേണ്ടിയുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയുള്ളതാണ്. പലപ്പോഴും അപ്പോളജറ്റിക്സിലെ ചോദ്യകർത്താവ് ഞാനും ഉത്തരം നൽകുന്നത് വേദപുസ്തകമാണ്. ഞാനൊരു അഗ്നോസ്റ്റിക് ആയിരുന്നു. അഗ്നോസ്റ്റിക്കിനോടുള്ള എൻ്റെ വേദപുസ്തകത്തിനുള്ള മറുപടി അതാണ് എന്നെ
വിശ്വാസിയാക്കിയത്. അപ്പൊ അപ്പോളജറ്റിക്സിന്, അഗ്നോസ്റ്റിക്സിന്, എത്തീസ്റ്റിനോടുള്ള മറുപടി, അഗ്നോസ്റ്റിക്കിനോടുള്ള മറുപടി, ഇതെല്ലാം വചനം എന്നോട് സംസാരിക്കുന്നതാണ് ബേസിക്കലി. വേറൊരാൾ തർക്കിക്കാനെന്നുള്ളതിനേക്കാളും ബൈബിൾ ഈസ് ആൻസറിങ് മൈ ഡൗട്ട്സ്. അപ്പോളജറ്റിക്സ് ഈസ് ബേസിക്കലി അഡ്രസ്ഡ് ടു ദ റീഡർ. ബാക്കിയുള്ളവരോട് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കോൺസിക്വൻസ് അതിനുണ്ടാവും. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദീസ് ഡോക്ട്രിൻസ് ആർ. അവിടെ ഒരാൾ തെറ്റായ ഡോക്ട്രിൻ പറഞ്ഞ് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാകുകയും വേണം. അത് നമുക്ക് ഒരു നല്ല കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്രീ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ്. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം മുന്നമേ നമ്മുടെ ഡെസ്റ്റിനി ഫിക്സ് ചെയ്യുന്നതിനാണ് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പ്രീ ഡെസ്റ്റിനേഷൻ ഇറ്റ്സ് എ ബിബ്ലിക്കൽ ടേം. ബൈബിളിൽ പഠിപ്പിക്കുന്ന വിഷയമാണ് പ്രീ ഡെസ്റ്റിനേഷൻ. അവൻ നമ്മെ മുൻനിർണയിച്ചിരിക്കുന്നു എന്ന് ബൈബിളിലുണ്ട്. മുൻനിർണയത്തെ നിഷേധിക്കാൻ കഴിയില്ല. എഫെസ്യ ലേഖനത്തിലുണ്ട്, റോമാലേഖനത്തിലുണ്ട്. മുൻനിർണയം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ ഇന്നുണ്ട്. അത് സ്വാഭാവികം. എല്ലാ തരത്തിലുമുള്ള ദുരിതാശങ്ങളുള്ളതുകൊണ്ട് അതും സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ മുൻനിർണയത്തെക്കുറിച്ചുള്ള 2 ഉപദേശങ്ങളാണ് ലോകത്ത് ഉള്ളത്. ഒന്ന് നമ്മൾ കാൽവിനിസം അല്ലെങ്കിൽ റീഫോംഡ് തിയോളജി എന്ന് പറയും. മറ്റൊന്ന് അർമീനിയനിസം, അല്ലെങ്കിൽ പിന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഉപദേശങ്ങളാണ് ഉള്ളത്. കാൽവിനിസമാണ് അമേരിക്കയിലെ പ്രെസ്ബിറ്റേറിയൻ ചർച്ചകൾ. അതൊക്കെ വഴിതെറ്റി പോയി. ഇപ്പോൾ സദേൺ ബാപ്റ്റിസ്റ്റുകൾ വലിയൊരു പങ്ക് വിശ്വസിക്കുന്നു. അതുപോലെ CSI തൊട്ട് താഴെയുള്ള ചർച്ചകളെല്ലാം വിശ്വസിക്കുന്നു ഈ കാൽവിനിസമാണ്. അതായത് പ്രീഡെസ്റ്റിനേഷൻ, കർത്താവ് തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ യാതൊരു വിധമായ മാനുഷികമായ പരിഗണനകളുമില്ല. അൺകണ്ടീഷണൽ എലക്ഷൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. അപ്പൊ നമ്മൾ ചോദിക്കും, കുറെ ആൾക്കാരെ സ്വർഗത്തിലോട്ട് തിരഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം നരകത്തിലോട്ട് ദൈവം അനീതി കാണിച്ചില്ലേ? അപ്പൊ അതിനുള്ള മറുപടി പറയുന്നത്, ദൈവം കാണിക്കുന്ന അനീതിയല്ല. ആ നീതി എന്താ നിനക്കൊരു വശം മനസ്സിലായി കാണുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. നമ്മൾ അവനോട് ചോദ്യം ചോദിക്കാൻ ആരുമല്ല. മെനഞ്ഞിരിക്കുന്ന നമ്മൾ മെനഞ്ഞവനോട് തിരിച്ചു സംസാരിക്കരുത്. അതുകൊണ്ട് നമ്മെ തെരഞ്ഞെടുത്തതിന് സ്തോത്രം ചെയ്യുക. നമുക്കതിന് അർഹത ഉണ്ടായിരുന്നില്ല. ഇതാണ് കാൽവിനിസം പറയുന്നത്. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, പക്ഷം പിടിച്ചല്ല പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ കാൽവിനിസം എന്താ ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചാടി പറയും, അത് കുറെ ആൾക്കാരെ സ്വർഗത്തിലേക്കും കുറെ ആൾക്കാരെ നരകത്തിലിട്ടും വെച്ചിരിക്കുന്നത് അങ്ങനെയാണോ വെറുതെ? അങ്ങനെയല്ലാതെ. ഇതാണ് കാൽവിനിസം പറയുന്നത്. വി ഡോണ്ട് നോ റീസൺസ്. ഇറ്റ്സ് അൺകണ്ടീഷണൽ. ദൈവം നമ്മെ നമ്മുടേതല്ലാത്ത കാരണത്താൽ തിരഞ്ഞെടുത്തു, രക്ഷിച്ചു, വിശ്വാസത്തെ തന്നു. ഇതാണ് കാൽവിനിസം പറയുന്നത്. അർമീനിസം പറയുന്നത്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിന് മുമ്പേ, പക്ഷേ അത് മുന്നറിവിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നോക്കിയപ്പം ചേസിനെ കണ്ടു, അവൻ വിശ്വസിക്കുമെന്ന് മനസ്സിലായി. എപ്പം മനസ്സിലായി? സർവ്വലോകത്തിന് മുമ്പേ. അപ്പം വിശ്വസിക്കുന്നവനായതുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു. ഇൻ ഹിസ് ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എൻ്റെ ഒരു കണ്ടീഷൻ ഓഫ് ഫെയ്ത്ത് ഉണ്ട്. വിശ്വാസം എന്റെയാണ്. കാൽവിനിസം പറയുന്നു വിശ്വാസം കർത്താവിന്റെയാണ്. കർത്താവ് എനിക്ക് തന്നതാണ്, എൻ്റെ കണ്ണ് തുറന്നതാണ്. എനിക്കിത് കാണാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല, കർത്താവിന്റെ കണ്ണ് തുറന്നതാണ്. എന്നാൽ അർമീനിസം പറയുന്നു വിശ്വസിക്കുക എന്നുള്ള ബേർഡൻ നമ്മുടെ മേലാണ്. നമ്മൾ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്ത് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, കാൽവിനിസം പറയുന്നത് നിങ്ങൾ വിശ്വാസം ദൈവം ദാനം തന്നതായതുകൊണ്ടും അത് രക്ഷാകരമായതുകൊണ്ടും നിത്യമായ രക്ഷ ആയതുകൊണ്ടും വിശ്വാസം ഒരിക്കലും കർത്താവ് പിൻവലിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് കാൽവിനിസം പറയുന്നു. അർമീനിസം പറയുന്നത് വിശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മുടെ രക്ഷ ഉറപ്പാണ്. എന്നാൽ നമ്മൾ വിശ്വാസത്തെ ത്യജിച്ചിട്ട് രക്ഷ വിട്ടുകളയാം. ദൈവമായിട്ട് രക്ഷ എടുത്തു മാറ്റുകയൊന്നുമില്ല. എന്നാൽ നമുക്ക് വേണമെങ്കിൽ വിശ്വാസം ത്യജിച്ചിട്ട് രക്ഷയെ എടുത്തു മാറ്റാം, വേണ്ട എന്ന് വെക്കാം. എനിക്ക് വേണ്ട നിന്റെ വിശ്വാസം, ഞാൻ തിരിച്ച് എൻ്റെ ഓർത്തഡോക്സ് പള്ളിയിലോട്ട് പോവാണ്, എനിക്ക് ഹിന്ദു ആയിട്ട് തന്നെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എബ്രായ സഭയിലേക്ക്, യഹൂദ സഭയിലേക്ക് മടങ്ങി പോവുകയാണ്. ഇതാണ് ശരിക്കും അർമീനിയനിസം. അങ്ങനെ പോകാം. ഇത് രണ്ടും ഈവാഞ്ചലിക്കൽ ഫെയ്ത്ത് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇതെല്ലാം ഫെയ്ത്ത്, സാൽവേഷൻ ബൈ ഫെയ്ത്ത് ആണ്, വർക്കല്ല. അപ്പൊ ഞാൻ ഇന്ന് രക്ഷയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ഫെയ്ത്ത് ആണ്. അപ്പൊ കാൽവിനിസം ആയാലും അർമീനിയനിസം ആയാലും വിശ്വാസം ബൈ ഫെയ്ത്ത് ആണ്. കാൽവിനിസത്തെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്, അർമീനിയനിസത്തെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഈ 2 തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തിയാൽ ഇത് തമ്മിൽ ഒത്തിരി അകലം ഉണ്ടെങ്കിലും, ഇപ്പൊ ഞാനൊരു മനുഷ്യൻ കാൽവിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അർമീനിയനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നാറില്ല. കാരണം രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ 2 വിഭാഗത്തിലുണ്ട്. പക്ഷെ പെന്തക്കോസ്തുകാർക്ക് പറ്റിയേക്കുന്ന ഒരു പ്രോബ്ലം ഇതല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ, അതാണ് സാത്താന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അവിടെ കിടക്കുന്നത് പെന്തക്കോസ്തുകാർ കാൽവിനിസ്റ്റുകളും അല്ല, അർമീനിയനിസ്റ്റുകളും അല്ല, അർമീനിയൻസും അല്ല. അമേരിക്കയിലുള്ള അസംബ്ലി ഓഫ് ഗോഡ് അർമീനിയൻസ്, ഇവാഞ്ചലിക്കൽസ് ആണ്. എന്നാൽ മറ്റു ചർച്ചകളല്ല.
കേരളത്തിൽ ഒരു പെന്തക്കോസും ഇവാഞ്ചലിക്കൽസ് അല്ല. അതായത് കേരളത്തിലെ പെന്തക്കോസുകാർ പൊതുവെ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് കൃപയായിരുന്നുവെന്നും ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പ്രവൃത്തികളാലാണെന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സെമി പെലേജിനിസം എന്നാണ്. ഈ സെമി പെലേജിനിസം ഇസ് എ കണ്ടംഡ് ഹെറസി. അറ്റ് ദ ടൈം ഓഫ് അഗസ്റ്റിൻ പെലേജിനിസം വാസ് കണ്ടംഡ്. പിന്നെ റോമൻ കത്തോലിക്ക സഭയാണ് പെലേജിനിസം വിശ്വസിക്കുന്ന വേറൊരു വിഭാഗം. അവിടെ ഫ്രാൻസിലുള്ള കുറച്ച് മങ്സ്, സന്യാസികൾ 17-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു ഈ സെമി പെലേജിനിസം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പൊ അതനുസരിച്ച് രക്ഷിക്കപ്പെട്ടു ഒരാളെന്ന് ദൈവത്തിന് പോലും അറിയില്ല. കാരണം ഞാൻ വീണ്ടും ജനിച്ചു, പക്ഷെ സ്വർഗത്തിൽ ഞാൻ കാണുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഐ ലീവ്. അതായത് ഇവൻ എന്റെ വിശ്വാസം പോലും പോരാ. ഞാൻ കർത്താവിനെ ട്രസ്റ്റ് ചെയ്തത് പോരാ, അതിന്റെ കൂടെ എന്റെ കഠിനത്വം. അപ്പൊ എന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ അനുസരണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ അത്ര അനുസരിക്കണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം എല്ലാവരുടെയും മറിഞ്ഞു പോയി. ചേസിന്റെ അത്ര അനുസരിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ കുറെ പേര് അപ്പുറത്ത് കാണും. ഇത് എന്താണ് ഇതിന്റെ പാരാമീറ്റർ? എവിടെ വെച്ചാണ് എനിക്ക് സെക്യൂരിറ്റി ഉണ്ടാകുന്നതെന്ന് ഈ പെലേജിനിസം ഒരിക്കലും പറയുന്നില്ല. അതായത് ഇപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ ഏത് സ്റ്റാൻഡേർഡിൽ എത്തണം? ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡിൽ എത്തണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോയി ഔട്ട്. ചേസിന്റെ സ്റ്റാൻഡേർഡിൽ എത്തിയ സ്വർഗത്തിൽ കൊണ്ടുവന്ന് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണ്. ഇതാണ് ഇതിനകത്ത് ഹെറസി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇല്ലോജിക്കൽ ഡോക്ട്രിൻ. പെന്റക്കോസ്റ്റൽ ചർച്ച് പൊതുവെ ആയിരിക്കേണ്ടത് അർമീനിയൻസ് ആയിരുന്നു. പൊതുവെ അവരുടെ സ്ട്രീം ഓഫ് തിങ്കിങ് അതായിരുന്നു. ഇപ്പൊ ഈ മെത്തഡിസ്റ്റ് മൂവ്മെന്റ് ആണെങ്കിലും ഹോളിനസ് മൂവ്മെന്റ്, ഇതെല്ലാം ഇതിനകത്തെല്ലാം ആണല്ലോ പെന്റക്കോസ്റ്റൽസ് ഉണ്ടാകുന്നത്. അത് അർമീനിയനിസം ബേസ്ഡ് ആണ്. പക്ഷെ ഇന്ന് അപകടം അതല്ല. ഇന്ന് ഇത് പെലേജിനിസം എന്നുള്ളതാണ്. ഈ പെലേജിനിസം എന്ത് ചെയ്യുന്നറിയോ? പെലേജിനിസം മനുഷ്യന്റെ സമാധാനം കളയുന്നതാണ് ഇതിനകത്തെ പ്രശ്നം. ഇപ്പൊ പെലേജിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തികളാണല്ലോ. അപ്പൊ പ്രവൃത്തികളാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, നമ്മുടെ പെന്തക്കോസിലെ സാധാരണ പാസ്റ്റർമാർ പറയുന്ന കാര്യം ലെവൽ, അത് കുഴപ്പമില്ല, കാരണം സ്വർഗത്തിൽ പോകില്ല, പക്ഷെ ഇവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാം. അതായത് പഴയ നിയമം പോലെയാണ്, നിങ്ങൾ ഇന്ന കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ ദശാംശം കൃത്യമായിട്ടിട്ടാൽ 100 ഇരട്ടിയായിട്ട് വരും. ഇതെല്ലാം പഴയ നിയമത്തിലുള്ള കാര്യമാണ്. അപ്പം പല തരത്തില് നമുക്ക് സ്വർഗത്തെ കുറിച്ചൊന്നും പറയാറുമില്ല, പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പൊ അതാണ് ഇതിന്റെ മൈനർ ഫോം. അവിടെ ഉണ്ടാക്കുന്നില്ല. അതായത് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നില്ല, പക്ഷെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല മിനിമം. കാരണം ഇന്നതിനൊക്കെ ചെയ്താൽ ഇന്നതിനൊക്കെ കിട്ടും. നീ കള്ളു കുടിക്കാതെ സിഗരറ്റ് വലിക്കാതെ മര്യാദരാമനായി ജീവിച്ച, മര്യാദരാമൻ എന്നുള്ള വാക്ക് സോറി, മര്യാദക്കാരനായിട്ട് ജീവിച്ചാൽ നിനക്ക് ദൈവം അനുഗ്രഹിക്കുമ്പോഴായി. ദൈവം നിന്നെ ഉയർത്തും. നീ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട ദൈവം നിന്നെ ഉയർത്തും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സുവിശേഷം. ഇത് നമുക്ക് ഹിന്ദുമതം പോലെ അല്ലെങ്കിൽ ഇസ്ലാം പോലെ അല്ലെ വേണ്ട നിരീശ്വരവാദം പോലെ അവർ പറയുമ്പോൾ ശക്തി ഉണ്ട് ബ്രദറെ, ഇതൊക്കെ നിങ്ങൾ ദുഷ്ടത ചെയ്യുന്നതിനെല്ലാം ചോദിച്ചു. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഹ്യൂമൻ ഡോക്ട്രിൻ. സ്വർഗമൊന്നുമില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ ദേശത്ത് മാനിച്ചു. പക്ഷെ പ്രശ്നം വരുന്ന അവിടെയല്ല. പെലേജിയനിസം നിത്യരക്ഷയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പൊ അനുസരണം ഏത് തലത്തിൽ വരണം? നമ്മുടെ മീശ പിടിക്കുന്നതും വെള്ളതരം ധരിക്കുന്നതും പോരാ. അവിടെ അനുസരണം പെർഫെക്ഷനിലെത്തണം. ഇപ്പൊ പെർഫെക്ഷനിലെത്തുന്ന ഒരു അനുസരണം പ്രവൃത്തികളിൽ വരാതെ, പ്രവൃത്തികൾ നോക്കി ശോധന ചെയ്ത് യേശുക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നോ വൺ ഗെറ്റ്സ് എനി അഷുറൻസ് ഓഫ് സാൽവേഷൻ. ഇതാണ് പെലേജിയൻ ഹെറസി. ഇന്ന് പെന്തക്കോസ്തില് ഒരു വലിയ പങ്ക് വിശുദ്ധിയുടെ പ്രസംഗകരും പ്രസംഗിക്കുന്നത് പെലേജിയനിസമാണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് ഹെറസി. അവരറിയുന്നില്ല പെലേജിയനിസം എന്ന്. ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നോ, കാൽവിനിസം എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം, അർമീനിയനിസം എന്ന് പറഞ്ഞാൽ വിശ്വാസവും പ്രവൃത്തികളും എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് റൈറ്റ്, നോട്ട് കറക്റ്റ്. അർമീനിയനിസം വിശ്വാസവും പ്രവൃത്തികളും അല്ല. അർമീനിയനിസം എന്നാൽ നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. അർമീനിയനിസം എന്ന് പറയുന്നത് വിശ്വാസം മൂലം തന്നെയാണ്, പക്ഷെ വിശ്വാസം എന്റെയാണ്, അത് എനിക്ക് ഉപേക്ഷിച്ച ഫെയ്ത്ത് ആണ്, വർക്കല്ല. കാരണം അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് ലേഖനങ്ങൾ മുഴുവൻ എഴുതിയത് അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. നമുക്കത് നിഷേധിക്കാൻ ഒരിക്കലും സാധിക്കില്ല. സോ ഇതാണ് പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് പറഞ്ഞു വന്നതാണ്. ബട്ട് വി ടുക്ക് ദിസ് മച്ച് ടൈം. എനിവേ ഇറ്റ്സ് ഡേ ടൈം ദർ. നിങ്ങൾക്ക് ഉറക്കമൊന്നും വരില്ലെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓക്കെ, സാക് പെനന്റെ ടീച്ചിങ്സിനെ കുറിച്ചാണ്. സാക് പെനന്റെ ടീച്ചിങ്സിനകത്ത്
എനിക്ക് ഏറ്റവും ഒഫൻസീവ് ആയിട്ട് തോന്നിയിട്ടില്ല യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ പാപം ചെയ്യാൻ പറ്റുമായിരുന്നു. ഹി വാസ് നോട്ട് ഇംപെക്കബിൾ, ഹി വാസ് പെക്കബിൾ എന്നുള്ള ടീച്ചിങ് ആണ്. ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളോട് തുറന്നു പറയട്ടെ. സാക്വനൻ ആ തെറ്റ് സമ്മതിക്കുന്നതിന്റെ ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. എന്റെ സുഹൃത്തുക്കളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാൻ പറ്റും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പകാലത്ത് എന്റെ അറിവില്ലായ്മയിൽ ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായും അങ്ങനെ അല്ലായിരുന്നു എന്ന് സാക്വനൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ കേട്ടതാണ് ഫസ്റ്റ് ഹാൻഡ്. എന്റെ കയ്യിൽ ഇപ്പൊ ഓഡിയോ ഇല്ല. പക്ഷേ സാക്വന്റെ ശിഷ്യന്മാർ ഇപ്പോഴും ഇത് കേട്ടിട്ടില്ല. അതാണ് പിശാചിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. പുള്ളിയുടെ എല്ലാ പ്രസംഗം കേൾക്കുന്നവര് ഇത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സാക്വന്റെ ഒരു ശിഷ്യനോട് പോയി സംസാരിച്ചാൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നവനാക്കി മാറ്റും. അത് ഭയങ്കര ഒഫൻസീവായിട്ട് അവരെടുക്കും. അത് ഈ രണ്ട്, ഒരു സഭയുടെ ദൂതൻ പറയുന്ന കേൾക്കാവുള്ളൂ എന്ന് പറയുന്നത് ദുരുപദേശമാണ്. സഭയിലെ ഒരിക്കലും അങ്ങനെ ഒരു ദൂതനില്ല. സഭയിൽ ദൂതന്മാരുണ്ട്. ദൂതന്മാർ നിമിത്തം അതിനകത്ത് ലക്ഷ്യം ഉണ്ടാകേണ്ടതിന്. അപ്പൊ ഒരു ദൂതനോട് കർത്താവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറെ ദൂതന്മാരില്ല എന്നർത്ഥമൊന്നുമില്ല. ദൈവത്തിന്റെ ദൂത് പറയുന്നവരെല്ലാം ദൂതന്മാരാണ്. ഏങ്കലോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ദൂത് പറയുന്നവൻ എന്നുള്ളത്, ദൂത് വഹിക്കുന്നവൻ എന്നാണ്. ഓക്കെ, ഇനി എന്താണുള്ളത്? ഓക്കെ, പത്രോസ് 2 Patros 1:19, ദ പ്രൊഫറ്റിക് വേർഡ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. യെസ്, വേർഡ് ഓഫ് ഗോഡ്. പ്രൊഫസീസ് റിവീൽഡ് ത്രൂ ദ വേർഡ്. എഴുതി തന്നത്, അത് ഞാൻ എഴുതി തന്നെന്ന് പ്രത്യേകിച്ച് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ എന്നാ പറയുന്നത്. അത് ആസ് എ ഫൗണ്ടേഷൻ, വി ഹാവ് ഇറ്റ് എന്നാ പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ കാര്യമാണ് സംസാരിക്കുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഈ ദുരുപദേശങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരും ജാഗ്രതയുള്ളവരും സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്നവരായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഗോഡ് ബ്ലസ് യു.